how the transport in plants occurs. That is the next chapter. നമ്മൾ പ്ലാന്റ്സിലെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. പ്ലാന്റ്സിലെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്, അതായത് ഒരു പമ്പിങ് മെക്കാനിസമോ അങ്ങനെയൊന്നുമില്ല പ്ലാന്റ്സിലെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്. പക്ഷേ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ വലിയ വലിയ ട്രീസ് 100 മീറ്റർ ഹൈറ്റുള്ള ട്രീസും ഉണ്ടാവും. അത്രയും വലിയ പ്ലാന്റിൻ്റെ മേലേക്ക് വാട്ടറും മിനറൽസും എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക. അതേപോലെ തന്നെ സോഴ്സ് ടു സിങ്ക് എങ്ങനെയാണ് ഫോട്ടോസിന്തറ്റിക് പ്രോഡക്റ്റ് കണ്ടക്ട് ചെയ്യുക. അതേപോലെ ഗ്രോത്ത് ഹോർമോൺസ്, റൂട്ടിലുണ്ടാകുന്ന ഗ്രോത്ത് ഹോർമോൺ എങ്ങനെയാണ് ഷൂട്ടിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക. ഇതിനൊന്നും വേണ്ടിയിട്ട് അവിടെ ഒരു ടിപ്പിക്കൽ മെക്കാനിസം, നമ്മുടെ ബോഡിയിലെ പോലെ കാണുന്ന ഒരു പമ്പിങ് മെക്കാനിസം ഒന്നും പ്ലാന്റ്സിൻ്റെ കേസിലില്ല. അവിടെ എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദർ ദ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ഇറ്റ് ഒക്കേഴ്സ് ത്രൂ ട്രാൻസ്ലൊക്കേഷൻ പ്രോസസ്സ്. ട്രാൻസ്ലൊക്കേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ബൾക്ക് ഫ്ലോ ട്രാൻസ്പോർട്ടേഷനാണ് പ്ലാന്റ്സിൽ നടക്കുക. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് സെൽ ടു സെൽ എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുക, സെല്ലിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുക. ആ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് എങ്ങനെയാണ് ലിവിങ് ഓർഗാനിസത്തിൽ നടക്കുക, എസ്പെഷ്യലി ഇൻ ദ പ്ലാന്റ് സെല്ലിൽ നടക്കുക എന്നാണ് നമ്മളിനി പഠിക്കേണ്ടത് കേട്ടോ. So here first we will see the transport in plants. It occurs in two ways, that is short distance transport and long distance transport. Long distance transport എപ്പോഴും സൈലം വഴിയും ഫ്ലോയും വഴിയാണ് നടക്കുക. പക്ഷേ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ഇറ്റ് ഒക്കേഴ്സ് either inside the cell itself or in between the two cells. രണ്ട് സെല്ലിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ ഉള്ളിലോ ആയിട്ടാണ് ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് നടക്കുക. ഫസ്റ്റ് നമുക്ക് ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് പഠിക്കാം. ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് വിച്ച് ഒക്കേഴ്സ് ഇൻസൈഡ് ദ സെൽ, സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ദാറ്റ് ഒക്കേഴ്സ് ത്രൂ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് ഓർ സൈക്ലോസിസ് പ്രോസസ്. സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് അല്ലെങ്കിൽ സൈക്ലോസിസ് പ്രോസസ്സ് വഴിയാണ് സെല്ലിൻ്റെ ഉള്ളിൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സെൽ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ സൈറ്റോസ്കെലറ്റൻ ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് മൈക്രോ ഫിലമെൻറ്റ്, മൈക്രോ ട്യൂബുൽ ആൻഡ് ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ് എന്ന് പറഞ്ഞു അല്ലേ. ഇതാണ് അതിൻ്റെ സൈറ്റോസ്കെലറ്റൻ. ഈ സൈറ്റോസ്കെലറ്റൻ അല്ലെങ്കിൽ ഈ ഫൈബ്രസ് പ്രോട്ടീനാണ് കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ സപ്പോർട്ട് ചെയ്യുന്ന, സെല്ലിൻ്റെ ഉള്ളിൽ കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന സൈറ്റോസ്കെലറ്റനാണ്. അതിൻ്റെ ഉള്ളിൽ നടക്കുന്നൊരു ട്രാൻസ്പോർട്ടിനെ നമ്മൾ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറയാം. അതേപോലെ we can see the transport it occurs in between the two cells. Intercellular transport നടക്കാം. Intracellular transport ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി intercellular transport നടക്കാം. Intercellular transport it occurs in between the two cells. രണ്ട് സെൽസിൻ്റെ ഇടയിലാണ് intercellular transport നടക്കുക. രണ്ട് സെൽസിൻ്റെ ഇടയിൽ intercellular transport നടക്കുക എന്ന് പറഞ്ഞാൽ you just imagine the two cells are connected together by plasmodesmatal connection. സൈറ്റോപ്ലാസംസ് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സൈറ്റോപ്ലാസംസ് തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന പ്ലാസ്മോഡെസ്മേറ്റ വഴി പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാം. അതല്ലെങ്കിൽ we can see the particles it can be moved out from the cell to intercellular space. Intercellular spaceലേക്ക് മൂവ് ഔട്ട് ചെയ്യാം. അത് സെൽ മെംബ്രെയിനും അതേപോലെ തന്നെ സെൽ വോളും ക്രോസ് ചെയ്തതിന് ശേഷമാണ്. എങ്ങനെയാണ് ഈ തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് നടക്കുന്നത്, ഏതൊക്കെ തരത്തിലായിരിക്കണം ഈ തരത്തിലുള്ള ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഇന്റർസെല്ലുലാർ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. നമുക്കറിയാം, ഇന്റർസെല്ലുലാർ ട്രാൻസ്പോർട്ടേഷൻ ഇറ്റ് ഒക്കേഴ്സ് ഇൻ ടു വേസ്. വൺ ഈസ് പാസീവ് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട്, അനദർ വൺ ഈസ് ആക്റ്റീവ് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട്. Passive type of transport means that occurs according to the concentration gradient. High concentration to lower concentration the molecule will be passing. That is in the case of gases and liquid. Okay, so here ലിക്വിഡും ഗ്യാസും ഒക്കെ നമുക്ക് കാണാം ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഇറ്റ് വിൽ മൂവ് ദാറ്റ് ആൻഡ് അക്കോർഡിംഗ് ടു ദ മെംബ്രെയിൻ വിച്ച് ഈസ് സെപ്പറേറ്റിംഗ് ഇറ്റ് വിൽ മൂവ്. ചിലപ്പോൾ ചുമ്മാ ഡിഫ്യൂസ് ചെയ്ത് പോരാൻ പാകത്തിനുള്ള പാർട്ടിക്കിൾ ആയിരിക്കില്ല, മെംബ്രെയിൻ വഴി ചുമ്മാ ഡിഫ്യൂസ് ചെയ്ത് പോരാൻ പാകത്തിനുള്ള പാർട്ടിക്കിൾ ആയിരിക്കില്ല. അത് ഈസി ആയിട്ട് ഡിഫ്യൂസ് ചെയ്ത് പോരാൻ പാകത്തിനുള്ള പാർട്ടിക്കിൾ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസിലി ഡിഫ്യൂസ്ഡ് ത്രൂ ദ സെൽ മെംബ്രെയിൻ. അപ്പോൾ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടിൽ നമ്മൾ പാസീവ് ട്രാൻസ്പോർട്ട് പറഞ്ഞു. പാസീവ് ട്രാൻസ്പോർട്ട് അക്കോർഡിംഗ് ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് വിത്തൗട്ട് ATP എനർജി ദ പാർട്ടിക്കിൾസ് വിൽ ബി മൂവിങ് നമ്മൾ പറഞ്ഞു. ഇനി ഈ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടിലെ പാസീവ് ട്രാൻസ്പോർട്ട് അഗെയിൻ വി ക്യാൻ ക്ലാസിഫൈ ഇൻടു ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആസ് ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും. സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്? ഇറ്റ് വിൽ ബി ഹാവിങ് peripheral protein which give fluidity to the cell membrane, and it will be having integral protein, and it also has the phosphobilipid layer. This phosphobilipid layer it is hydrophobic in nature. Phosphobilipid layer it is hydrophobic in nature, and we can see as it is hydrophobic in nature, the lipophilic molecule alone it will be able to pass through this phosphobilipid layer. That also small sized particle. ചെറിയ ലിപ്പോഫിലിക് ആയിട്ടുള്ള മോളിക്യൂൾ, ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള മോളിക്യൂൾ അല്ലെങ്കിൽ നോൺ പോളാർ മോളിക്യൂൾസ് മാത്രമാണ്
lipid bilayer kuda pass cheyullu. That is nothing but the simple diffusion. If that is the that molecule which has to pass through the cell membrane, if it is polar molecule or it is a big molecule, to pass from higher to lower concentration, it has to undergo facilitated diffusion. Facilitated diffusion എന്ന് പറഞ്ഞാൽ the transportation will be facilitated or supported by special protein called integral protein. ഈ integral protein transport protein ആയിട്ട് വർക്ക് ചെയ്യാൻ ചിലപ്പോൾ പമ്പിംഗ് മെക്കാനിസത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, അതായത് അയോൺ പമ്പ്സ് ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രോട്ടീൻ ആയിട്ടാണ് വർക്ക് ചെയ്യുക, അതായത് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ. അത് പമ്പിംഗ് മെക്കാനിസം നമ്മളിവിടെ പറയുന്നില്ല, കാരണം ദിസ് ഈസ് എ പാസീവ് ഡിഫ്യൂഷൻ അല്ലേ, പാസീവ് പ്രോസസ്. So here facilitated diffusion, that will be facilitated by certain protein which is present in the membrane. ഇവിടെ നമ്മൾ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. Here the cell membrane, it has some integral protein. This integral protein, it will be having some active site where the molecule which has to pass through the membrane will be bound, and this will allow the passage of this molecule and it reaches in this region and it will be removing this particle. ഇത് ഇങ്ങനെ പാസ് ചെയ്യിപ്പിക്കുന്ന ഉണ്ടാവാം, അതല്ലെങ്കിൽ വേറൊരു തരത്തിലും ഈ പറയുന്ന മോളിക്യൂളിനെ പാസ് ചെയ്യിപ്പിക്കുക. എങ്ങനെ അറിയോ? ഈ സബ്സ്ട്രേറ്റ് ഇവിടെ എടുത്തതിന് ശേഷം this protein, it can rotate. When this protein is rotating, this substrate containing active site, it will move to the inner part of the cell. സെല്ലിൻ്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യും. ഈ പോർഷൻ പുറത്തേക്ക് വരും. അപ്പോൾ ഇവിടെ ഒരു ആക്റ്റീവ് സൈറ്റ് ഫ്രീ ആയിട്ടുണ്ട്. ആക്റ്റീവ് സൈറ്റിൽ അടുത്ത സബ്സ്ട്രേറ്റിന് എടുക്കുക. അപ്പോൾ ഓരോ റൊട്ടേഷനിലും അത് ഓരോരോ മോളിക്യൂൾസിനെ അത് അതിൻ്റെ സെൽ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. സോ ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഡിഫ്യൂഷൻ, ദാറ്റ് ഈസ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇനി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ സാധാരണ നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ദാറ്റ് ഈസ് അസിസ്റ്റഡ് ബൈ എ പ്രോട്ടീൻ. ദാറ്റ് പ്രോട്ടീൻ വെൻ ഇറ്റ് ഈസ് ഗെറ്റിംഗ് സാച്ചുറേറ്റഡ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഓൾസോ വിൽ ഗെറ്റ് സാച്ചുറേറ്റഡ്. അതായത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ സാച്ചുറേറ്റ് ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഇരിക്കുന്ന ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ കുറേ എണ്ണം കാണും, ഒരെണ്ണമൊന്നും അല്ല ഉണ്ടാവുള്ളൂ. അതേപോലത്തെ എല്ലാ ട്രാൻസ്പോർട്ട് പ്രോട്ടീനും ഈ സബ്സ്റ്റൻസിനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം സാച്ചുറേറ്റ് ആയിട്ട് മാറും. വൺസ് ഇഫ് ഇറ്റ് ഗെറ്റ് സാച്ചുറേറ്റ്, ദിസ് ഹാസ് ടു മൂവ് ദിസ് പാർട്ടിക്കിൾ ഇൻസൈഡ്, ദെൻ ഓൺലി ദാറ്റ് വിൽ ബിക്കം ഫ്രീ ടു ടേക്ക് അനദർ പാർട്ടിക്കിൾ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഇറ്റ് വിൽ സാച്ചുറേറ്റ്. അതേപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ പ്രോട്ടീൻ ക്യാൻ ബി ഇൻഹിബിറ്റഡ് ബൈ ഇൻഹിബിറ്റർ മോളിക്യൂൾ അല്ലേ. പ്രോട്ടീൻ ഏതെങ്കിലും ഈ ഇൻ്റഗ്രൽ പ്രോട്ടീനെ ഏതെങ്കിലും ഇൻഹിബിറ്റർ വന്ന് എവിടെയെങ്കിലും ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആക്റ്റീവ് സൈറ്റിൻ്റെ ഷേപ്പ് ചേഞ്ച് ആവാം. ആക്റ്റീവ് സൈറ്റിൻ്റെ ഷേപ്പ് ചേഞ്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ സബ്സ്ട്രേറ്റ് മോളിക്യൂളിനെ കോംപ്ലിമെൻ്ററി അല്ലാതെ ആവാം. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ ട്രാൻസ്പോർട്ട് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പാർട്ടിക്കിൾ ഇറ്റ് വിൽ ബി ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റേറ്റഡ് transport can be inhibited, facilitated transport can be saturated. ഓക്കെ, ഇനി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. ദാറ്റ് ഈസ് യൂണിപോർട്ട് ട്രാൻസ്പോർട്ട്, ആൻറ്റിപോർട്ട് ട്രാൻസ്പോർട്ട് ആൻഡ് സിംപോർട്ട് ട്രാൻസ്പോർട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സി ഹിയർ, യൂണിപോർട്ട് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ദ എ മോളിക്യൂൾ ഇറ്റ് ഹാസ് ടു പാസ് ഫ്രം ദ ഇന്റർമെംബ്രെയിൻ സ്പേസ് ടു ദ സൈറ്റോപ്ലാസം. അവിടെ ഒരു ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ഇരിക്കുന്നുണ്ട്. ഈ എ മോളിക്യൂൾ വന്നിട്ട് ഈ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ വഴി സിംപ്ലി ഡിഫ്യൂസ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. ആ കാരിയർ പ്രോട്ടീൻ അതിനെ ക്യാരി ചെയ്ത് ഇങ്ങോട്ട് കടത്തിവിടും. ദർ ഈസ് നോ അസിസ്റ്റൻസ് ഓഫ് എനി അതർ പാർട്ടിക്കിൾസ് ഇൻ ദാറ്റ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് യൂണിപോർട്ട് ട്രാൻസ്പോർട്ട്. ഇനി ആൻറ്റിപോർട്ട് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എ മോളിക്യൂൾ ഹാസ് ടു ഗോ ഇൻസൈഡ്. വെൻ എ മോളിക്യൂൾ ഹാസ് ടു ഗോ ഇൻസൈഡ്, ബി മോളിക്യൂൾ ഹാസ് ടു കം ഔട്ട്സൈഡ്. അങ്ങനെ ഒരു പ്രോസസ്സിനെ നമ്മൾ ആൻറ്റിപോർട്ട് ട്രാൻസ്പോർട്ട് എന്ന് പറയാം. അതായത് ഒരു മോളിക്യൂൾ ഉള്ളിൽ പോകണമെങ്കിൽ വേറൊരു മോളിക്യൂൾ പുറത്തേക്ക് പോരണം, എന്നാൽ മാത്രമേ ഈ ഒരു പ്രോസസ്സ് നടക്കുള്ളൂ. അതിന് ആൻറ്റിപോർട്ട് ട്രാൻസ്പോർട്ട് എന്ന് പറയും. സിംപോർട്ട് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എ മോളിക്യൂൾ ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ഇൻസൈഡ് ഇൻ അസോസിയേറ്റഡ് ടു എ മോളിക്യൂൾ, ബി മോളിക്യൂൾ ഓൾസോ വിൽ ഗോ ഇൻസൈഡ്. എയും ബി ഒരുമിച്ച് ഉള്ളിലേക്ക് പോകുന്നതിനെയാണ് സിംപോർട്ട് ട്രാൻസ്പോർട്ട് എന്ന് പറയാം. അപ്പോൾ ഒരു മോളിക്യൂള് വേറൊരു മോളിക്യൂള് കൊണ്ട് അസിസ്റ്റ് ചെയ്യപ്പെടുന്നതാണെങ്കിൽ അതിനെ സിംപോർട്ട് എന്ന് പറയും. ഒരു മോളിക്യൂൾ ഉള്ളിലേക്ക് പോകുമ്പോൾ അടുത്ത മോളിക്യൂൾ പുറത്തേക്ക് വരുന്നെങ്കിൽ ആൻറ്റിപോർട്ട് ട്രാൻസ്പോർട്ട് എന്ന് പറയും. യൂണിപോർട്ട് എന്ന് പറയുന്ന ആരുടെ അസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ ഉള്ളിലേക്ക് ഒരു മോളിക്യൂള് കാരിയർ പ്രോട്ടീൻ വഴി പോകുന്നതിനെയാണ് യൂണിപോർട്ട് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. This transport always it occurs according to the concentration gradient, that is from higher to lower concentration. Higher to lower concentration-ലേക്കാണ് ഈ പറയുന്ന ട്രാൻസ്പോർട്ട് എപ്പോഴും നടക്കുള്ളൂ. ഓക്കെ, അതേപോലെ പോറിൻസ് എന്ന് പറയുന്ന പ്രോട്ടീൻസ് ഒക്കെ ദാറ്റ് വിൽ ഫോം ലാർജ് പോഴ്സ് ഇൻ ദ ഔട്ടർ മെംബ്രെയിൻ ഓഫ് ദ പ്ലാസ്റ്റിക്, മൈറ്റോകോൺട്രിയ ആൻഡ് സം ബാക്ടീരിയ. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോൾ പ്രോട്ടീൻസ് ഒക്കെ ഈ പറയുന്ന പോറിൻസ് വഴി ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ അക്വാ പോറിൻസ് ഉണ്ട്. ഏകദേശം 8 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്വാ പോറിൻ ജോയിൻ ടുഗദർ ടു ഫോം വാട്ടർ ചാനൽസ്. വാട്ടർ ചാനൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 8 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്വാ പോറിൻസ് ജോയിൻ ടുഗദർ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് കേട്ടോ. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഈസ് നത്തിങ് ബട്ട് ദ ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾ അക്രോസ് ദ മെംബ്രെയിൻ, transport of molecule across the membrane
against the concentration gradient, means it will be moving in uphill direction, that is from lower to higher concentration again. This kind of transportation, it occurs by pumping mechanism. Active transport, for that, as it is moving from lower to higher concentration again, or uphill transport, or against the concentration gradient, we can see this need an ATP molecule to occur. Means they need energy for this process. അവർക്ക് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ പ്രോസസ് നടക്കുള്ളൂ. അതേപോലെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഇറ്റ് ഈസ് occur through the transport protein അല്ലെങ്കിൽ പമ്പിംഗ് പ്രോട്ടീൻസ്, പമ്പിംഗ് മോളിക്യൂൾസ് വഴിയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, ദിസ് കൈൻഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഇറ്റ് വിൽ സാച്ചുറേറ്റ് ആൻഡ് ദിസ് വിൽ inhibited by certain inhibitors also. Okay, ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നമ്മൾ പറഞ്ഞ ATP എനർജി യൂസ് ചെയ്തിട്ടാണ്, പാസീവ് ട്രാൻസ്പോർട്ട് ATP എനർജി ഇല്ലാതെയാണ്. Now we will see the comparison of different transport process. നമ്മുടെ ട്രാൻസ്പോർട്ട് പ്രോസസ്സ് തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലും ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലും ആ പ്രോപ്പർട്ടി എങ്ങനെയാണ് ഒബേ ചെയ്യുന്നതെന്നാണ് ഇവിടെ കൊടുത്തിട്ടില്ല. The properties, it is given 5 properties like rigorous special membrane protein. Simple diffusion special membrane protein വേണ്ട. Facilitated diffusion active transport membrane protein ആണ് അതിനെ facilitate ചെയ്യുന്നത്. Highly selective ആണ്. Simple diffusion no selective. Simple diffusion ഒക്കെ equilibrium attain ചെയ്യുന്ന വരെ molecules easy ആയിട്ട് simply diffuse ചെയ്ത് പോകും. അതല്ലാതെ സെലക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ മാത്രമൊന്നല്ല ഡിഫ്യൂസ് ചെയ്തത്. അവിടെ മോളിക്യൂൾസ് അവിടെ ഒന്നുമില്ല. നോൺ പോളാർ മോളിക്യൂൾസ് ആയിരിക്കണം, ലിപ്പോഫിലിക് ആയിട്ടുള്ള molecule ആയിരിക്കണം. ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് വേർ ഇറ്റ് വിൽ ബി സെലക്റ്റീവ്. കാരണം എന്താ, ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ്. ആ പ്രോട്ടീനിന്റെ ആക്റ്റീവ് സൈറ്റിൽ കോംപ്ലിമെന്ററി ആയിട്ടുള്ള മോളിക്യൂൾ മാത്രമേ അതിൽ പാസ് ചെയ്യുള്ളൂ. ആക്റ്റീവ് ട്രാൻസ്പോർട്ടും സെലക്റ്റീവ് ആണ്, കാരണം അതും മീഡിയേറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ്. നെക്സ്റ്റ്, ട്രാൻസ്പോർട്ട് സാച്ചുറേറ്റ്. സിമ്പിൾ ഡിഫ്യൂഷന് സാച്ചുറേഷൻ ഇല്ല, ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നവരെ അത് ഡിഫ്യൂഷൻ നടക്കും. ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ടിൽ സാച്ചുറേറ്റ് ചെയ്യും, കാരണം ഇറ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ പ്രോട്ടീൻ. ആക്റ്റീവ് ട്രാൻസ്പോർട്ടും സാച്ചുറേറ്റ് ചെയ്യും, ബിക്കോസ് ദാറ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ പ്രോട്ടീൻ. uphill transport, simple diffusion and facilitated transport downhill transport ആണ് നടക്കുക. കാരണം it is according to concentration gradient from higher to lower concentration. Active transportൽ uphill transport നടക്കും. ഇനി it require ATP energy. Simple diffusion facilitated transport there is no ATP energy requirement, because it is according to concentration gradient the molecule will be passing. And active transport where the ATP requirement is there. Okay, ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞു അക്കോർഡിംഗ് ടു ദ പെർമിയബിലിറ്റി ഓഫ് ദ മെംബ്രെയിൻ എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പെർമിയബിലിറ്റി, ഏതൊക്കെ തരത്തിലുള്ള മെംബ്രെയിനിൽ കാണാൻ പറ്റും? സെൽ വോൾ, പ്ലാന്റ്സിൻ്റെ കേസിലല്ലേ നമ്മൾ ഈ പറയുന്ന ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടൊക്കെ പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്ലാന്റ് സെൽ തന്നെ എടുക്കാം കേട്ടോ. പ്ലാന്റ് സെൽ എടുത്താൽ പ്ലാന്റ്സിൻ്റെ സെൽ വോൾ പെർമിയബിൾ ആണ്, എല്ലാത്തിനും പെർമിയബിളാണ്, അതെല്ലാത്തിനെയും കടത്തിവിടും. അതേപോലെ തന്നെ സെൽ വോൾ ഡിപ്പോസിറ്റഡ് വിത്ത് ക്യൂട്ടിൻ ആൻഡ് സുബറിൻ. ക്യൂട്ടിനും സുബറിനും ഡെപ്പോസിറ്റ് ആയിട്ടുള്ള സെൽ വോൾ ഒന്നിനും പെർമിയബിൾ അല്ല, കാരണം അത് എല്ലാ സബ്സ്റ്റൻസിനെ അവിടെ ബ്ലോക്ക് ചെയ്യും ബിക്കോസ് ഓഫ് ദിസ് ക്യൂട്ടിൻ ആൻഡ് സുബറിൻ ഡെപ്പോസിറ്റ്. ഇനി സെമി പെർമിയബിൾ മെംബ്രെയിൻസ്, അതെ, സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ സോൾവെന്റിനെ കടത്തിവിടും, പക്ഷെ സൊല്യൂട്ടിനെ കടത്തിവിടാത്തതിനെയാണ് നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയാം. ഇനി ഡിഫറൻഷ്യലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത് സോൾവെന്റിനെ അലൗ ചെയ്യും, അതുപോലെ ചില സൊല്യൂട്ടിനെ അലൗ ചെയ്യും. സെൽ മെംബ്രെയിനും ടോണോപ്ലാസ്റ്റും, അതായത് വാക്യൂളിന്റെ മെംബ്രെയിനും ഒക്കെ നമ്മൾ ഡിഫറൻഷ്യലി പെർമിയബിൾ എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയുകയാണ് കൂടുതൽ കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ അല്ലെങ്കിൽ ഡിഫറൻഷ്യലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി കറക്റ്റ് ആയിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ടേം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാന്റ് വാട്ടർ റിലേഷൻഷിപ്പാണ്. നമുക്കറിയാം വാട്ടറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് പ്ലാന്റ്സിൽ, ബിക്കോസ് ദ പ്രോട്ടോപ്ലാസം ഓഫ് ദ സെൽ, അത് പ്ലാന്റ്സിൻ്റെ ആണെങ്കിലും ആനിമൽസിൻ്റെ ആണെങ്കിലും ഒക്കെ പ്രോട്ടോപ്ലാസം ഓഫ് ദ സെൽ ഇറ്റ് ഈസ് വിത്ത് വാട്ടർ. അവിടെയാണ് മോളിക്യൂൾസ് ഡിസോൾവ് ആയിക്കണം, അതാണ് മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷന് വേണ്ടിയിട്ടുള്ള മീഡിയം ആയിട്ടും ആക്ട് ചെയ്യുന്നത്. പ്ലാന്റ്സിൻ്റെ കേസിൽ എസ്പെഷ്യലി വാട്ടറിൻ്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്. എക്സാമ്പിൾ ഈ ഫീസി വാട്ടർ മെലൻ 92% വാട്ടറാണ്. അതുപോലെ ഹെർബേഷ്യസ് പ്ലാന്റ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ 10 to 15% ഓഫ് ഇറ്റ്സ് ഫ്രഷ് വെയിറ്റ് മാത്രമാണ് ഡ്രൈ മാറ്റർ ആയിട്ടുള്ളത്, ബാക്കി മുഴുവൻ എന്തായിരിക്കും, വെള്ളമായിരിക്കും. ഓക്കെ, അതേപോലെ പ്ലാന്റ്സിലെ വാട്ടറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പല പാർട്ടിലും പല തരത്തിലായിരിക്കും. വുഡി പാർട്സിലൊക്കെ വളരെ കുറച്ച് വെള്ളമേ ഉണ്ടാവുള്ളൂ, സീഡ്സിൽ വളരെ കുറച്ച് വെള്ളമേ ഉണ്ടാവുള്ളൂ. പക്ഷെ സോഫ്റ്റ് പാർട്ട് അവിടെയൊക്കെ കൂടുതൽ വെള്ളം ഉണ്ടാവും. അതായത് ഇപ്പോൾ ഗ്രോയിങ് റീജിയൻ അല്ലെങ്കിൽ ഇലയുടെ ഭാഗം അല്ലെങ്കിൽ ടെൻഡർ ആയിട്ടുള്ള റീജിയൻ, അവിടെയൊക്കെ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കും. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണ് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്പിറേഷൻ പ്രോസസ്സിനൊക്കെ വേണ്ടിയിട്ടാണ് വാട്ടർ മോളിക്യൂൾ ആവശ്യമായിട്ടുള്ളത്.
ഓക്കെ, നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ. നെക്സ്റ്റ് വൺ, ടെറസ്ട്രിയൽ പ്ലാന്റ്സിൻ്റെ വാട്ടറിൻ്റെ റിക്വയർമെൻറ്റ് ഏറ്റവും കൂടുതൽ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഗേഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്ന ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവുമ്പോൾ, ആ പ്രോസസ്സ് നടക്കുമ്പോൾ സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ടെറസ്ട്രിയൽ പ്ലാന്റ്സിൽ ട്രാൻസ്പിറേഷൻ ലോസ്, അതായത് വാട്ടർ ലോസ് ഒരുപാട് ഉണ്ടാവും ട്രാൻസ്പിറേഷൻ വഴി. അതായത് ട്രാൻസ്പിറേഷൻ നടക്കുമ്പോൾ ഈ പറയുന്ന സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഗാർഡ് സെല്ല് ബൾജാവും. ഗാർഡ് സെല്ല് ബൾജായി അതിനകത്ത് ഗാർഡ് സെല്ല് നിറയുന്ന വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ ലോസ് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ കോണൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഏകദേശം 3 ലിറ്റർ വെള്ളം ഒരു ദിവസത്തിൽ അത് അബ്സോർബ് ചെയ്യും. മസ്റ്റർഡൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മണിക്കൂർ കൂടുമ്പോഴും അത് അതിൻ്റെ വെയിറ്റിൻ്റെ അത്രയും വെള്ളം അബ്സോർബ് ചെയ്യും. പക്ഷേ ഒരു 1% ഒക്കെയാണ് അതിൻ്റെ ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി മുഴുവൻ അത് ഗേഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് ട്രാൻസ്പിറേഷൻ ലോസ് വഴി വേസ്റ്റ് ആക്കുകയാണ് ചെയ്യുക. ഓക്കെ, അത് വേസ്റ്റ് ആവുക എന്ന് എക്സാക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ട്രാൻസ്പിറേഷൻ ഒരുപാട് ആവശ്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കും, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ പ്ലാന്റ്സിൻ്റെ ഇത്രയും ഹൈ ഡിമാൻഡ് ഓഫ് വാട്ടർ, അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം because of that water is a limiting factor for plant growth and productivity in both agriculture and natural environment. ഇത്രയും അധികം വെള്ളം വേണം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസ്, എത്രമാത്രം വാട്ടറിന് ഇതിനകത്ത് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഈ പ്ലാന്റ് വാട്ടർ റിലേഷൻഷിപ്പ് പറയുമ്പോഴും അതുപോലെ തന്നെ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ പറയുമ്പോഴും കുറേ ടെക്നിക്കൽ ടേംസ് അറിഞ്ഞിരിക്കണം. അതിനകത്ത് ഒന്നാണ് വാട്ടർ പൊട്ടൻഷ്യൽ, വേറൊന്നാണ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ, ഒന്നാണ് പ്രഷർ പൊട്ടൻഷ്യൽ. വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന വാട്ടറിൻ്റെ പൊട്ടൻഷ്യാലിറ്റി അല്ലെങ്കിൽ കൈനറ്റിക് എനർജിക്കാണ് വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സീ ഹിയർ, ഒരു വാട്ടർ മോളിക്യൂള് അത് അതിൻ്റെ ലിക്വിഡ് സ്റ്റേജിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ടാവും. ഈ ഓക്സിജൻ വന്നിട്ട് ഒരു ഹൈഡ്രജനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും, വേറൊരു ഹൈഡ്രജനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ദെയർ ദ ഹൈഡ്രജൻ ഇലക്ട്രോൺ ഇറ്റ് വിൽ ബി ഷെയർഡ് വിത്ത് ഓക്സിജൻ ഔട്ടർ ഓർബിറ്റ്. ഈ ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിനെ ഈ ഓക്സിജനുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഓക്സിജൻ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ്റെ പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഉണ്ടാവും. ഇനിയിപ്പോൾ അടുത്ത വാട്ടർ മോളിക്യൂൾ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ടാവും. ഈ ഓക്സിജൻ്റെ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഈ വാട്ടർ മോളിക്യൂളിൻ്റെ ഹൈഡ്രജൻ്റെ പാർഷ്യൽ പോസിറ്റീവ് ചാർജുമായിട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടും. അതൊരു വീക്ക് അയോണിക് ബോണ്ട് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ വാട്ടർ മോളിക്യൂൾസ് ഒക്കെ എവിടെ ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്നോ ഈ പറയുന്ന വീക്ക് അയോണിക് ബോണ്ട്സ് ഉണ്ടാവുകയും ബ്രേക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കും. അതാണ് വാട്ടറിൻ്റെ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. ഇനി ഐസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഐസൊക്കെ വളരെ ലോ ടെമ്പറേച്ചറിൽ ആണ് അത് ഐസായിട്ട് കാണുക അല്ലേ. അപ്പം ആ സമയത്ത് ഈ പാർഷ്യൽ പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രജൻ, ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ പാർഷ്യൽ പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രജനും ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ പാർഷ്യൽ നെഗറ്റീവ് ചാർജുള്ള ഓക്സിജനും തമ്മിലുള്ള വീക്ക് അയോണിക് ബോണ്ട് അത് ഫ്രീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ബോണ്ട് ഉണ്ടാക്കി അത് ബ്രേക്ക് ആവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അത് ബ്രേക്ക് ആവാത്തതുകൊണ്ട് അതിന് ഫ്ലൂയിഡിറ്റി ഇല്ല, അതുകൊണ്ട് അത് സോളിഡ് ആയിട്ടിരിക്കും. ഇനി ഹൈ ടെമ്പറേച്ചറിൽ വാട്ടർ വേപ്പർ ആയിട്ടായിരിക്കും കാണുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ബോണ്ട് ഉണ്ടാക്കാൻ ഒരു ഫേവറബിൾ ടെമ്പറേച്ചർ അല്ല ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് രണ്ട് വാട്ടർ മോളിക്യൂളിൻ്റെ ഇടയ്ക്കുള്ള വീക്ക് അയോണിക് ബോണ്ട് ഉണ്ടാക്കാൻ ഫേവറബിൾ കണ്ടീഷൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്കവിടെ എന്ത് കാണാൻ പറ്റില്ല, അങ്ങനെ ഒരു വീക്ക് ബോണ്ട് ഫോർമേഷൻ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ വാട്ടർ മോളിക്യൂളിനെ തന്നെ നമുക്ക് കാണാൻ കഴിയില്ല, ആ വാട്ടർ വേപ്പറായിട്ട് പോവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളം പ്യുവർ വാട്ടർ ഒരു ബീക്കറിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്യുവർ വാട്ടറിൻ്റെ മോളിക്യൂൾസ് ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ടാവും. അതിനെയാണ് അതിൻ്റെ പൊട്ടൻഷ്യാലിറ്റി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ആ വാട്ടർ മോളിക്യൂളിനെ വേറൊരു മോളിക്യൂളും ഡിസ്റ്റർബ് ചെയ്യാത്തിടത്തോളം കാലം ആ വാട്ടർ മോളിക്യൂൾ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് കാണിക്കും. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യാലിറ്റി ഓഫ് വാട്ടർ ഓർ കൈനറ്റിക് എനർജി ഓഫ് വാട്ടർ ഓർ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഇൻ പ്യുവർ വാട്ടർ ഇറ്റ് വിൽ ബി മാക്സിമം എന്ന് നമുക്ക് പറയാം. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന 0 ആയിട്ടാണ്. ഇനി നമ്മൾ ആ വാട്ടറിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് സൊല്യൂട്ട് കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആ വാട്ടർ പൊട്ടൻഷ്യാലിറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടേമാണ് സൈ ഡബ്ല്യു കേട്ടോ. സൈ ഡബ്ല്യു ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ പാസ്കൽ യൂണിറ്റിലാണ് ഇത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, പാസ്കൽ എന്ന് പറയുന്ന ഒരു പ്രഷറിൻ്റെ യൂണിറ്റ് ആണ് കേട്ടോ. പ്രഷറിൻ്റെ യൂണിറ്റ് ആണ് പാസ്കൽ എന്ന് പറയുന്നത്. വാട്ടർ പൊട്ടൻഷ്യൽ ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ പാസ്കൽ. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് സൊല്യൂട്ട് ഇട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടർ മോളിക്യൂളിൻ്റെ ഈസി മൂവ്മെൻറ്റ് ഒന്ന് തടസ്സപ്പെടും അല്ലേ. അപ്പോൾ സൊല്യൂട്ട് നമ്മൾ കൂടുതൽ ഇടുന്തോറും എന്താവും, ആ വാട്ടറിൻ്റെ പൊട്ടൻഷ്യാലിറ്റി കുറഞ്ഞു വരുന്നതാണ്. അപ്പോൾ എന്താവും, 0 വാട്ടർ പൊട്ടൻഷ്യലുള്ള ഒരു പ്യുവർ വാട്ടറിനകത്തേക്ക് കുറച്ച് സൊല്യൂട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ എന്തായി പോവും, മൈനസ് ആയി പോവും. അതുകൊണ്ട് തന്നെ സൈ എസ് അല്ലെങ്കിൽ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ
പൊട്ടൻഷ്യൽ നമ്മൾ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്ന മൈനസ് സൈൻ കൊണ്ടാണ്. ഇപ്പം ഞാനൊരു വാട്ടറിനകത്തേക്ക് 10 സൊല്യൂട്ട് മോളിക്യൂൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാട്ടർ പൊട്ടൻഷ്യൽ വന്നിട്ട് -10 ആയിട്ട് മാറും. ഇപ്പം അതിനകത്തേക്ക് ഞാനൊരു 10 വാട്ടർ സൊല്യൂട്ട് മോളിക്യൂളും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് -20 ആയിട്ട് മാറും. വാട്ട് അബൌട്ട് ദ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഹിയർ? ഇവിടെ സൊല്യൂട്ട് പൊട്ടൻഷ്യലാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. psi s is equal to -10 and -20. ഇവിടെ വേറെ ഒരു ഫോഴ്സും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വാട്ടറിൻ്റെ പൊട്ടൻഷ്യലും അത് തന്നെയാണെന്ന് പറയാം. കാരണം എന്താ, വാട്ടർ പൊട്ടൻഷ്യൽ സൊല്യൂട്ട് ഇടുന്തോറും വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരുന്നു പറഞ്ഞു. അതാണല്ലോ നമ്മൾ ആ മൈനസ് സൈൻ ആഡ് ചെയ്തിട്ടില്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്തോറും സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കുറഞ്ഞാണ് വരിക. കൂടുതൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്തോറും സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കുറഞ്ഞാണ് വരിക. വാട്ടർ കൂടുതൽ ഉണ്ടാവും തോറും വാട്ടർ പൊട്ടൻഷ്യൽ കൂടിയാണ് വരിക കേട്ടോ. അത് ഓർത്തിരുന്നോളാം. അതേപോലെ സൊല്യൂട്ട് കൂടുതൽ ആഡ് ചെയ്യുന്നതോറും വാട്ടറിൻ്റെ പൊട്ടൻഷ്യലും കുറഞ്ഞാണ് വരിക. ഓക്കെ, സോ ഹിയർ വി ക്യാൻ സേ psi s is always negative. For the more the solute, the lower the psi s. psi s എപ്പോഴും നെഗറ്റീവാണ്. കൂടുതലും നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നതോറും എപ്പോഴും നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കുറഞ്ഞാണ് വരുള്ളൂ. ഇതൊരു കോൺസെപ്റ്റ്, അത് മനസ്സിലിരുന്നോളാം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ എല്ലാ പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്താലാണ് ശരിയാവുള്ളൂ കേട്ടോ. ഇനി നമുക്ക് പ്രഷർ പൊട്ടൻഷ്യൽ എന്താണെന്ന് നോക്കാം. നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരു സൊല്യൂഷനകത്തേക്ക് കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു പുഷിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ സൊല്യൂഷൻ മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലേ. ആ സൊല്യൂഷൻ മൂവ് ചെയ്യാം. അപ്പോൾ വാട്ടർ പാർട്ടിക്കിൾസിന് കുറച്ചും കൂടി മൂവ്മെൻറ്റ് ഉണ്ടാകും. ദാറ്റ് വിൽ ഇൻക്രീസ് ദ പൊട്ടൻഷ്യാലിറ്റി ഓഫ് വാട്ടർ. സോ വി ക്യാൻ സേ ദ പ്രഷർ പൊട്ടൻഷ്യൽ ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. വെൻ വി അപ്ലൈ എ pressure in the solution the water molecule, it will undergo a rapid movement that will increase the water potential. So here we can say if we apply some pressure and if we add some solute in water, the water potential will be determined by the solute potential and pressure potential. So here solute potential as it is minus psi s plus psi p we can say. ഇവിടെ psi p psi s-നേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് വാട്ടർ പൊട്ടൻഷ്യൽ 0-ന് മേലെ കിട്ടും. psi s-നേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് വാട്ടർ പൊട്ടൻഷ്യൽ നെഗറ്റീവായിട്ട് കിട്ടും. If the psi p and psi s if it is same, then we can say the water potential again it will be equal to pure water as 0. Okay. ഇനി നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യാന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നതിനാണ് പ്രഷർ അപ്ലൈ ചെയ്യാന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ പ്ലാന്റ് സെല്ലിൻ്റെ കേസിൽ എങ്ങനെയാണ് പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പ്രഷർ ക്യാൻ ബിൽഡപ്പ് ഇൻ എ പ്ലാന്റ് സിസ്റ്റം വെൻ വാട്ടർ എൻറ്റേഴ്സ് എ പ്ലാന്റ് സെൽ ഡ്യൂ ടു ഡിഫ്യൂഷൻ കോസിങ് എ പ്രഷർ ബിൽഡപ്പ് എഗെയിൻസ്റ്റ് ദ സെൽ വോൾ. നമ്മൾ ഒരു സെല്ലിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെല്ലിൻ്റെ ഉള്ളിലേക്ക്, സെൽ വോൾ പെർമിയബിൾ അല്ലേ വെള്ളത്തിന്, സെൽ വോൾ ഈസ് പെർമിയബിൾ ടു എവരിതിങ് എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ വെള്ളം സെൽ വോളിൻ്റെ ഉള്ളിൽ കയറി സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലിരിക്കുന്ന സൈറ്റോപ്ലാസം ഇതിൻ്റെ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കുറച്ച് കുറയും അല്ലേ. അപ്പോൾ സെൽ മെംബ്രെയിൻ കുറച്ച് ഇലാബറേറ്റ് ആവും. സെൽ മെംബ്രെയിൻ കുറച്ച് ഫ്ലെക്സിബിളാണ്, ഫ്ലൂയിഡിറ്റി കൂടുതലുള്ളതാണ്. അതായത് ഫോസ്ഫോ ബൈലിപ്പിഡ് ലെയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. ആ ഇലാസ്റ്റിസിറ്റി കൊണ്ട് അതിങ്ങനെ ബൾജ് ചെയ്യും. ആ ബൾജ് ചെയ്യുന്ന ഒരു പ്രഷർ ഉണ്ട്. ആ പ്രഷർ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി എക്സേർട്ടഡ് ഓൺ ദ സെൽ വോൾ. സെൽ വോളിനെയാണ് അത് എക്സേർട്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ ടർഗർ പ്രഷർ എന്നാണ് പറയുക. അപ്പോൾ ഇതൊരു പ്രഷർ പൊട്ടൻഷ്യലാണ്. ആ പ്രഷർ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തായി? വാട്ടറിൻ്റെ പൊട്ടൻഷ്യാലിറ്റി കൂടിയില്ലേ. വെള്ളം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴല്ലേ ടർഗർ പ്രഷർ ഉണ്ടായത്. അതാണ് ഇവിടെ നമ്മൾ ആ psi s-ഉം psi p-യും psi s-ഉം പറഞ്ഞപ്പോൾ psi s-ഉം psi p-യും psi w-യും പറഞ്ഞപ്പോൾ അതിന് പ്ലാന്റുമായിട്ട് റിലേറ്റ് ചെയ്തെന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ദ സെൽ ഇറ്റ് വിൽ ബിക്കം ടർജിഡ് ആൻഡ് ഇറ്റ് വിൽ ഡെവലപ്പ് എ ടർഗർ പ്രഷർ അഗെയിൻസ്റ്റ് ദ വാൾ ആൻഡ് that is the the pressure potential in that case. ഇനി നമുക്ക് നോക്കാനുള്ള ഓസ്മോസിസ് ആണ്. ഓസ്മോസിസ് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ മോളിക്യൂളിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയാം. ഓസ്മോസിസ് എപ്പോഴും നടക്കുന്ന പ്രഷർ ഗ്രേഡിയൻറ്റിന് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് ഡയറക്റ്റ് ആയിട്ടായിരിക്കും. അതായത് പ്രഷർ ഗ്രേഡിയൻറ്റിനും കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിനും അനുസരിച്ചായിരിക്കും എന്ത് നടക്കുക? ഓസ്മോസിസ് നടക്കുക. ഓസ്മോസിസ് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ തന്നെ, പാസീവ് ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂളാണ്. അപ്പോൾ പാസീവ് ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾ ഹൗ ഇറ്റ് ഒക്കേഴ്സ് ഇൻ ബിറ്റ്വീൻ ദ ടു ചേമ്പേഴ്സ് വെൻ ഇറ്റ് ഈസ് ഗെറ്റിംഗ് സെപ്പറേറ്റഡ് ബൈ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതായത് പാസീവ് ട്രാൻസ്പോർട്ട് ഒരു രണ്ട് ചേമ്പറിൻ്റെ ഉള്ളിലെ സൊല്യൂഷൻസിൻ്റെ ഇടയിൽ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലായിരിക്കും നടക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? See here the selectively permeable membrane is separating A and B chamber, and the A it has some solute molecule, B it has more solute molecule.
ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പഠിച്ച എത്രയും ക്ലിയർ ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി നമുക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാം. സൊല്യൂഷൻ ഓഫ് വിച്ച് ചേംബർ ഹാസ് എ ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ. വാട്ടർ പൊട്ടൻഷ്യൽ ഏറ്റവും കുറവുള്ള ചേംബർ ഏതായിരിക്കും? ബി ചേംബറാണ്. കാരണം എന്താ? solute potential here it is more. We are not applying any pressure here. This is according to the solute concentration which is present in the beaker. We can see the potentiality of water. Then solution of which chamber has lower solute potential? Solute potential കുറവുള്ള ചേംബർ ഏതായിരിക്കും? Solute potential will be less in this B chamber. നമ്മൾ എന്താ പറഞ്ഞത്? സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും എന്നാണ് പറഞ്ഞത്. സൊല്യൂട്ടിന്റെ നമ്പർ കൂടുന്തോറും സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും. കാരണം എന്താ? സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഈസ് ഓൾവേസ് represented by minus sign. അപ്പോൾ ഇവിടെ -5 സൊല്യൂട്ട് ആണ് ഇവിടെ ഉള്ളതെങ്കിൽ ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 സൊല്യൂട്ട് ഉണ്ട്. സോ -16. ഇതിനകത്ത് -5 ആണോ -16 ആണോ ചെറുത്? -16 അല്ലേ ചെറുത്. സോ ഹിയർ വി ക്യാൻ സേ ദ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഇറ്റ് വിൽ ബി ലോവർ ഇൻ ബി ചേംബർ. ഓർത്തിരുന്നോളാം. In which direction will osmosis occur? Osmosis it occurs always from higher to lower concentration of water. Water diffusion ആണ് especially osmosis ൽ പറയുന്നത്. Water higher concentration നിന്ന് lower concentration ലേക്ക് മൂവ് ചെയ്യും. അതായത് A to B ലേക്ക് മൂവ് ചെയ്യും. Which solution has higher solute potential? Solute potential ഏറ്റവും കൂടുതലുള്ളത് ഈ ചേംബറിലാണ്, A ചേംബറിലാണ്. കാരണം എന്താ? Solute potential here it is -5, here it is -16. -5 is greater value. Then next one. At equilibrium which chamber will have lower water potential? Equilibriumത്തിൽ എത്തിക്കഴിഞ്ഞാൽ water potential രണ്ടും ഒരുപോലെ തന്നെ, രണ്ട് ചേംബറിലും ഒരുപോലെ തന്നെയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇഫ് വൺ ചേംബർ ഹാസ് psi of -2000 kilopascal and the other has -1000 kilopascal, which is the chamber that has the higher psi? Psi വാല്യൂ ഏറ്റവും കൂടുതലുള്ളത് എവിടെയായിരിക്കും? -1000 kilopascal ഉള്ളതായിരിക്കും. കാരണം എന്താ? അവിടെ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ മൈനസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അവിടെ -1000 സൊല്യൂട്ട് ഉള്ളതിലായിരിക്കും കൂടുതൽ വാട്ടർ പൊട്ടൻഷ്യലും കൂടുതൽ സൊല്യൂട്ട് പൊട്ടൻഷ്യലും ഉള്ളത് ദാൻ -2000. Then next one. What will be the direction of the movement of water when two solutions with psi W 0.2 megapascal and psi W 0.1 megapascal are separated by selectively permeable membrane? അതായത് psi W കൂടുതലുള്ളിടത്തു നിന്ന് കുറവുള്ളിടത്തിലേക്കാണ് വെള്ളം പാസ് ചെയ്യുക. അപ്പോൾ psi W 0.2 to 0.1 ആയിരിക്കും വെള്ളം പാസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന അടുത്ത ടേമാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ പറയാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ദാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സീ ഹിയർ, ഒരു ബീക്കറിനകത്ത് ചുമ്മാ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് പ്യുവർ വാട്ടർ ഇസ് പ്രസന്റ് ഇൻ ദിസ് ബീക്കർ. അതിനകത്തേക്ക് ഒരു ഫണല് ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ ഫണല് ഇതിന്റെ ഈ സൈഡും ഓപ്പൺ ആണ്. ഈ സൈഡ് വന്നിട്ട് വെള്ളത്തിന്റെ ഉള്ളിൽ ഇറക്കി വെക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സൈഡിന് നമ്മളൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ച് കെട്ടണം. ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഈ ഫണലിനെ കവർ ചെയ്യുന്ന രീതിയിൽ എവിടെ നിന്ന് കിട്ടുന്ന നോക്കിയാൽ ഈ എഗ്ഗ് ഉണ്ടല്ലോ, ഹെന്നിൻ്റെ ഒക്കെ എഗ്ഗില്ലേ, കോഴിമുട്ടേൻ്റെ അടുത്ത് നമ്മൾ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇട്ടാൽ അതിൻ്റെ കാൽഷ്യം കവറിങ് വന്നിട്ട് ഡിസോൾവ് ആയിപ്പോൾ. പിന്നെയുള്ളത് അതിൻ്റെ സെൽ മെംബ്രെയിൻ ആണ്. ആ സെൽ മെംബ്രെയിൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെൽ മെംബ്രെയിൻ നമ്മൾ പൊട്ടിച്ചിട്ട് നമുക്കിത് ഇതേപോലെ ഒരു മെംബ്രെയിൻ, ഒരു കണ്ടിന്യൂസ് മെംബ്രെയിൻ, പൊട്ടാത്തൊരു മെംബ്രെയിൻ ആയിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഫണലിൻ്റെ ഇവിടെ വായുടെ ഭാഗത്ത് ഇവിടെ കെട്ടിവെക്കാം. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ ഫിൽ ദിസ് ഫണൽ വിത്ത് സൂക്രോ സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഫിൽ ചെയ്യാം. ഈ സൂക്രോ സൊല്യൂഷൻ എന്തിൻ്റെ ഉള്ളിലായിരിക്കുന്നത്? പ്യുവർ വാട്ടറിൻ്റെ ഉള്ളിലായിരിക്കുന്നത്. ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എന്താ ഉള്ളത്? ഒരു സെൽ മെംബ്രെയിൻ ആണുള്ളത്, അല്ലെങ്കിൽ സെലക്റ്റീവ്ലി permeable membrane ആണുള്ളത്. Selectively permeable membrane, it can allow the passage of water molecule through it because of aquaporins in it. അവർക്ക് അക്വാപോറൻസ് ഉണ്ട്. വാട്ടർ ഹൈ കോൺസെൻട്രേഷൻ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യും. ഓസ്മോസിസ് നടക്കും. ഓസ്മോസിസ് നടക്കാതിരിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ മോളിൽ നിന്ന് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓസ്മോസിസ് കുറയും. കാരണം എന്താണ്? ഓസ്മോസിസ് കുറയുന്നില്ല, ഓസ്മോസിസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. എത്രമാത്രം ഫോഴ്സ് നമ്മൾ ഈ ഓസ്മോസിസ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം ഫോഴ്സ് നമ്മൾ മോളിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നോ അതിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സൊല്യൂഷനിലേക്ക് വെള്ളം എൻറ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രം ഫോഴ്സ് അപ്ലൈ ചെയ്യണോ, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ എത്രമാത്രം ഫോഴ്സ് അപ്ലൈ ചെയ്യണോ അതിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇട്ടേക്കുന്ന പഞ്ചസാരയുടെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ ഞാൻ കുറേ അപ്ലൈ ചെയ്യണം, എന്നാൽ മാത്രമേ വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കുള്ളൂ. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇട്ടേക്കുന്ന പഞ്ചസാരയുടെ അളവ് കുറവാണെങ്കിൽ ഞാൻ കുറച്ച് ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ ഉള്ളിലുള്ള സൊല്യൂട്ടിൻ്റെ പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഓസ്മോട്ടിക് പ്രഷർ. ഇവിടുത്തെ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ പക്ഷേ മൈനസ് വാല്യൂ ആയിരിക്കും. പക്ഷേ ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ പുഷിംഗ് ഫോഴ്സ് ആയതുകൊണ്ട് ഇതിന് പോസിറ്റീവ് വാല്യൂ ആയിട്ട് ആണ് കൺസിഡർ ചെയ്യുന്നതെന്ന് മാത്രം. So here we can say
according to the osmotic potential we have to apply the osmotic pressure. Osmotic potential കുറയുന്തോറും എന്ത് പറ്റും? ഓസ്മോട്ടിക് പ്രഷർ കൂട്ടി അപ്ലൈ ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ -10 ആണെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ 10 ആയിരിക്കും. അത് ഈക്വൽ ആയിരിക്കും. എന്നാൽ മാത്രമാണ് ഇതിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ എത്രയാണ് തന്നാൽ അതിൻ്റെ സൊല്യൂട്ടിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണ് അല്ലെങ്കിൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എത്രയാണ് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞതിൻ്റെ കേട്ടോ. അപ്പോൾ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലായോ? ദ പ്രഷർ വിച്ച് വി ആർ അപ്ലൈയിങ് ഇൻ എ സൊല്യൂഷൻ ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് വാട്ടർ ഇൻ ടു ദ സൊല്യൂഷൻ ഫ്രം പ്യുവർ വാട്ടർ. ദാറ്റ് ഈസ് osmotic pressure that is according to the osmotic potential. If the osmotic potential is less or the solute concentration if it is more, solute potential if it is less, if it is more negative value, then we need to apply more osmotic pressure. So here we can say osmotic pressure is equal to psi W minus psi S minus psi S. Psi S ന്റെ വാല്യൂൻ്റെ കൂടെ ഒരു മൈനസും കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ വി ക്യാൻ റിലേറ്റ് വിത്ത് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. ഓക്കെ, നൗ the next one which we have to study, that is plasmolysis. Plasmolysis എന്ന് പറയുന്നത് shrinking of സെല്ലിനെയാണ് നമ്മൾ plasmolysis എന്ന് പറയുന്നത്. ആ plasmolysis പറയുന്നതിന് മുമ്പ് തന്നെ I just wanted to introduce some terms as in the form in different forms of solution as isotonic solution, hypotonic solution, hypertonic solution. Hypotonic solution എന്ന് പറഞ്ഞാൽ dilute solution ആണ്. Isotonic solution എന്ന് പറഞ്ഞാൽ same concentration of solution as cell, അതിനെയാണ് isotonic solution എന്ന് പറയുന്നത്. Hypertonic solution എന്ന് പറഞ്ഞാൽ higher concentrated solution than the cell, അതിനെയാണ് hypertonic solution എന്ന് പറയാം. ഇനി എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സെല്ലിനെ ഞാൻ hypotonic solutionലേക്ക് ഇട്ടാൽ the cell will become bulge, that is called as the turgid cell. If I am putting that cell in an isotonic solution, the cell it will not undergo any changes, that is called as flaccid cell, അതിനെയാണ് നമ്മൾ flaccid cell എന്ന് പറയാം. If I am putting a cell in a hypertonic solution, the cell will undergo plasmolysis, means the cell will shrink. Okay, so here why we are studying this one? To study about the diffusion pressure deficit. എന്താണ് ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് എന്ന് ചോദിച്ചാൽ, ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് വേറൊന്നല്ല, സക്ഷൻ പ്രഷർ. എന്താണ് സക്ഷൻ പ്രഷർ? ഈ ഡിഫ്യൂഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു സൊല്യൂഷനും ഒരു പ്യുവർ വാട്ടറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ടെന്നിരിക്കട്ടെ. അതിനകത്തുനിന്ന് വാട്ടറിനൊരു ഡിഫ്യൂഷൻ പ്രഷർ ഉണ്ടാവും എങ്ങോട്ട്? സൊല്യൂഷൻ്റെ ഉള്ളിലേക്ക്. കാരണം എന്താണ്? വാട്ടറിന് ആ പൊട്ടൻഷ്യാലിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ വാട്ടർ കോൺസെൻട്രേഷൻ ആൻഡ് പ്യുവർ വാട്ടർ ഇറ്റ് വിൽ ബി മോർ അല്ലേ. അപ്പോൾ എന്താവും? ആ ഡിഫ്യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും സൊല്യൂഷൻ്റെ ഉള്ളിലേക്ക്. കാരണം സൊല്യൂഷനിൽ വാട്ടറിൻ്റെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലെടുത്തുന്ന കുറവുള്ളിടത്തിലേക്ക് അത് ഡിഫ്യൂസ് ചെയ്ത് പോകും. ഇനി ഈ നമ്മളിപ്പോൾ ആ പ്യുവർ വാട്ടറിനകത്തേക്ക് വേറെ കുറച്ച് സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും? ആ ഡിഫ്യൂഷൻ പ്രഷർ കുറഞ്ഞു വരും. അതിനെ നമ്മൾ ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് എന്ന് പറയാം. ഈ ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ അതായത് ഒരു സൊല്യൂഷന് എപ്പോഴും അടുത്തിരിക്കുന്ന പ്യുവർ വാട്ടറിൽ നിന്ന് വെള്ളം സക്ക് ചെയ്തെടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് നമ്മൾ സക്ഷൻ പ്രഷർ എന്ന് പറയും. അതായത് എത്രമാത്രം ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് ഉണ്ടോ അത്രയും മാത്രം അതിന് സക്ഷൻ പ്രഷർ ഉണ്ടാവും അല്ലേ. ഡിഫ്യൂഷൻ പ്രഷർ കുറയുന്നു എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ സക്ക് ദ വാട്ടർ ഫ്രം ദ നിയർ ബൈ വാട്ടർ. അപ്പോൾ നിയർ ബൈ പ്യുവർ വാട്ടറിൽ നിന്ന് വെള്ളം സക്ക് ചെയ്തെടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അത് സക്ഷൻ പ്രഷർ എന്ന് പറയാം. അപ്പോൾ ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും സക്ഷൻ പ്രഷർ. അതുകൊണ്ട് നമുക്കറിയാം ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു സക്ഷൻ പ്രഷർ എന്ന് പറയാം. ഇനി ഒരു എന്താ പറയുക, ഒരു സെല്ലിൻ്റെ ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് നമുക്ക് എങ്ങനെ കണക്കാക്കാം? അതായത് ഒരു സെല്ലിനകത്ത് എത്രമാത്രം സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഉണ്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? സി ഹിയർ, ഒരു സെല്ല് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രോട്ടോപ്ലാസത്തിനകത്ത് കുറേ സെൽ ഓർഗനൽസും അതേപോലെ തന്നെ ബയോമോളിക്യൂൾസും എല്ലാം കാണും. അതിൻ്റെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓസ്മോട്ടിക് പ്രഷർ, വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്യണം. ഈ ഓസ്മോട്ടിക് പ്രഷർ എങ്ങനെയായിരിക്കും? അതിൻ്റെ അകത്ത് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ എത്രമാത്രം ഉണ്ടോ അതനുസരിച്ച് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ. ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ എത്രമാത്രം അപ്ലൈ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ സൊല്യൂട്ട് കോൺസെൻട്രേഷനാണ്.
സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ കൂടുതൽ അപ്ലൈ ചെയ്യണം. ഈ ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് നമുക്ക് എത്രമാത്രം വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് പ്രിവെൻറ്റ് ചെയ്യാതെ, എത്രമാത്രം പ്രഷർ നമ്മൾ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് കയറാതെ ഇരിക്കാൻ, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണോ, അതനുസരിച്ച് വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കും. ഇനി വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ സെല്ല് ടർജിഡ് ആയി പോകും അല്ലേ? സെല്ല് ടർജിഡ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താവും? ആ സെൽ മെംബ്രെയിൻ വന്നിട്ട് ഇലാബറേറ്റ് ആയിട്ട് അത് വോളിൽ വന്ന് ടച്ച് ചെയ്യും. ഇറ്റ് വിൽ എക്സേർട്ട് എ പ്രഷർ ഓൺ ദ സെൽ വോൾ. സെൽ വോളിലേക്ക് അതൊരു പ്രഷർ എക്സേർട്ട് ചെയ്യും. അതിന് നമ്മൾ ടർഗർ പ്രഷർ എന്നാ പറയാം. ടർഗർ പ്രഷർ മാക്സിമം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ എത്തി എന്നാണ് അർത്ഥം. പിന്നെ അതിൻ്റെ അകത്തേക്ക് വെള്ളം കയറില്ല അല്ലേ? ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ അനുസരിച്ച്, ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നെഗറ്റീവാണ്. ആ നെഗറ്റീവായിട്ടുള്ള ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ അനുസരിച്ച് വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം സക്ക് ചെയ്ത് എടുക്കാതെ, അല്ലെങ്കിൽ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് കയറാതെ ആ വെള്ളത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുക. ആ ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും. വെള്ളം കയറി കഴിഞ്ഞാൽ എന്താവും? സെല്ല് ബൾജാവുന്നതിന് നമ്മൾ ടർജിഡ് എന്ന് പറയും. ഈ ടർജിഡ് ആയിട്ടുള്ള സെല്ല്, അതിൻ്റെ സെൽ മെംബ്രെയിനിൽ ഒരു ഒരു ഇലാസ്റ്റിസിറ്റി ഉള്ളത് കൊണ്ട് സെൽ മെംബ്രെയിൻ ബൾജ് ചെയ്ത് സെൽ വോളിൽ ടച്ച് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ടർഗർ പ്രഷർ ടുവേർഡ്സ് ദ സെൽ വോളിലേക്ക് ഒരു ടർഗർ പ്രഷർ എക്സേർട്ട് ചെയ്യും. ഇനി ഈ ടർഗർ പ്രഷർ സെൽ വോളിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് അത് മാക്സിമം ടർഗർ പ്രഷർ സെൽ വോളിലേക്ക് എക്സേർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താ? ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാൻ ചാൻസ് ഇല്ല. കാരണം എന്താ? അത് ഓൾറെഡി മാക്സിമം ബൾജായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഓസ്മോട്ടിക് പ്രഷർ ടർഗർ പ്രഷറിന് ഈക്വലായി. അതായത് ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ എത്രമാത്രം അപ്ലൈ ചെയ്യണോ അത്രമാത്രം ടർഗർ പ്രഷർ ഇപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എത്രമാത്രം ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ വാട്ടറിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യാൻ എക്സേർട്ട് ചെയ്യണോ അത്രമാത്രം ടർഗർ പ്രഷർ അതിൻ്റെ വോളിലേക്ക് എക്സേർട്ട് ചെയ്യുമ്പോഴാണ് പിന്നീട് വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാതിരിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് കംപ്ലീറ്റ് ടർജിഡ് ആയിട്ടായിരിക്കുന്നെങ്കിൽ അതിൻ്റെ ഓസ്മോട്ടിക് പ്രഷറും ടർഗർ പ്രഷറും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ മനസ്സിലായോ അതിൻ്റെ അർത്ഥം എന്താണ്? ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് അതുകൊണ്ട് തന്നെ OP മൈനസ് TP എന്ന ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫ്യൂസ് ചെയ്യാനുള്ള ആ സൊല്യൂഷൻ്റെ ടെൻഡൻസിയുടെ കുറവ് ഇൻ ദാറ്റ് സൊല്യൂഷൻ ദാറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ OP മൈനസ് TP. OP കൂടുതലാണെങ്കിൽ പിന്നെയും വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് കയറാനുള്ള ടെൻഡൻസി ഉണ്ട്. അതായത് വെള്ളം സക്ക് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ആൻ ഇക്വേഷൻ OP മൈനസ് TP. ഇനി നമുക്ക് ഐസോട്ടോണിക്കിലും ഹൈപ്പോട്ടോണിക് കണ്ടീഷനിലും നമ്മൾ സെല്ലിട്ടപ്പോൾ ആ സെല്ലിന് വന്ന മാറ്റങ്ങൾ ഇൻ ഐസോട്ടോണിക് സൊല്യൂഷൻ സെൽ വിൽ നോട്ട് അണ്ടർഗോ എനി ചേഞ്ച്. സെല്ലിന് ഒരു ചേഞ്ച് വരുന്നില്ല ഐസോട്ടോണിക് സൊല്യൂഷനിൽ സെല്ലിന് ഒരു ചേഞ്ച് വരാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഔട്ട്സൈഡ് മീഡിയം സെല്ലിൻ്റെ കോൺസെൻട്രേഷനും അതായത് സെല്ലിൻ്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യലും ഒരേപോലെ ആയതുകൊണ്ട് there will not be any net movement of water in between these two. Okay, net movement of water ഉണ്ടാവില്ല. വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യും. പക്ഷേ ഒരു മോളിക്യൂൾ വെള്ളം സെല്ലിൻ്റെ ഉള്ളിൽ കയറിയോ സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മോളിക്യൂൾ വെള്ളം പുറത്തു പോകും. കാരണം ഐസോട്ടോണിക് ആണ് ഇത് രണ്ടും അല്ലേ? അത് ഓൾറെഡി ഇക്വിലിബ്രിയത്തിലിരിക്കുന്നതാണ്. സോ ഹിയർ ഇൻ ദാറ്റ് കേസ് വി ക്യാൻ സീ ദ സെൽ വിൽ ബി ഇൻ എ നോർമൽ കണ്ടീഷൻ ഓർ ഇൻ ഫ്ലാസിഡ് സ്റ്റേറ്റ്. നോർമൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഫ്ലാസിഡ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു സെല്ലിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ എങ്ങനെയായിരിക്കും? അവർക്ക് ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടായിരിക്കും അല്ലേ? കാരണം എന്താണ്? അവിടെ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ട്. ആ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ സെല്ലിന് ഒരു വെള്ളത്തിലേക്ക് അതിന് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ എന്താണ്? നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്താൽ മാത്രമാണ് വെള്ളം കയറാതിരിക്കുള്ളൂ. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ എ ഫ്ലാസിഡ് സെൽ. സോ ഓസ്മോട്ടിക് പ്രഷർ വിൽ ബി മോർ ദാൻ ദ ടർഗർ പ്രഷർ. ടർഗർ പ്രഷർ ഇവിടെ ഉണ്ടോ? ടർഗർ പ്രഷർ എങ്ങനെയാണ്? 0 അല്ലേ? അപ്പോൾ ടർഗർ പ്രഷർ 0 ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സെല്ല് ബൾജ് ചെയ്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഫ്ലാസിഡ് സെല്ലിൻ്റെ കേസിൽ OP മൈനസ് TP എന്ന് പറയുന്ന OP മൈനസ് 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു OP. ഫ്ലാസിഡ് സെല്ലിൻ്റെ കേസിൽ ദർ ഇസ് നോ ടർഗർ പ്രഷർ. സോ OP മൈനസ് TP ഈസ് ഈക്വൽ ടു OP മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു OP.
ഇനി ടർജിഡ് സെല്ല്, ഫുള്ളി ടർജിഡ് സെല്ലാന്നിരിക്കട്ടെ, കംപ്ലീറ്റ് ടർജിഡ് ആയിട്ടിരിക്കുന്ന ഒരു സെല്ലിനകത്ത് ഓസ്മോട്ടിക് പ്രഷർ എത്രമാത്രം നമ്മൾ അപ്ലൈ ചെയ്താലാണ് വാട്ടറിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യുന്നത്, അത്രമാത്രം ടർഗർ പ്രഷർ സെൽ വോളിലേക്ക് എക്സേർട്ട് ചെയ്തിട്ട് അവിടെയും വാട്ടറിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം വാട്ടർ എൻട്രി ഈസ് പ്രിവെൻറ്റഡ് എയ്തർ ബൈ ഒ പി ഓർ ടി പി. ഇവിടെ ഒ പിയും ടി പിയും ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ആ വെള്ളത്തിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുന്നത്. So here we can say OP is equal to TP. So fully turgid cell, in that we can see OP minus TP is equal to 0. Now in the case of a plasmolized cell, plasmolized cell ആയിരിക്കട്ടെ, plasmolized cell എന്ന് പറഞ്ഞാൽ എന്താ? The cell which is present inside the hypertonic solution. Hypertonic solutionൽ ഇരിക്കുന്ന ഒരു സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വലിച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ ഇവിടെ സെൽ വോള് നമ്മൾ പ്ലാന്റ് സെല്ല് ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ പ്ലാന്റ് സെൽ വോളിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. പ്ലാന്റ് സെല്ലിൻ്റെ സെൽ വോളിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹൈപ്പർട്ടോണിക് സൊല്യൂഷനാണ് ഫ്രം ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ വെള്ളത്തിനെ സക്ക് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ സെല്ലിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോരുക ചെയ്യുക. സെല്ലിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോരാനുള്ള കാരണം എന്താ? ആ സെൽ മെംബ്രെയിൻ്റെ സെൽ വോളിൻ്റെ ഇടയ്ക്കിരിക്കുന്ന ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ കൊണ്ടാണ്. ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ ഇതിൻ്റെ ഇടയിലിരിക്കുന്നതുകൊണ്ട് വെള്ളത്തിനെ ഇങ്ങനെ സക്ക് ചെയ്ത് പുറത്തേക്ക് എടുക്കും. വെള്ളത്തിനെ സക്ക് ചെയ്ത് പുറത്തെടുത്താൽ എന്ത് പറ്റും? ആ സെൽ മെംബ്രെയിൻ ഷ്രിങ്ക് ആയി പോകും അല്ലേ? അതിൻ്റെ ഉള്ള പ്രോട്ടോപ്ലാസത്തിൻ്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യാലിറ്റി കൂടും. ഓസ്മോട്ടിക് പൊട്ടൻഷ്യാലിറ്റി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും? ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടി വരും ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് വാട്ടർ ഇൻസൈഡ്. അപ്പോൾ ഒ പി ഇറ്റ് വിൽ ബി വെരി ഹൈ ഹിയർ അല്ലേ? ഇനി ടി പി എങ്ങനെയായിരിക്കും? ടർഗർ പ്രഷർ എങ്ങനെയായിരിക്കും? ശരിക്കും ടർഗർ പ്രഷർ എന്ന് പറയുന്നത് എന്താ? സെൽ വോളിലേക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു പുഷിംഗ് ഫോഴ്സാണ്. ഇവിടെ എന്താവും? ഈ സെൽ മെംബ്രെയിൻ ഷ്രിങ്ക് ചെയ്ത് ഉള്ളിലേക്ക് വരുന്നതുകൊണ്ട് അതൊരു പുള്ളിംഗ് ഫോഴ്സാണ് എക്സേർട്ട് ചെയ്യുന്നത്. ആ പുള്ളിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് പ്രഷറാണ്. പുള്ളിംഗ് ഫോഴ്സ് ഇറ്റ് ഈസ് നെഗറ്റീവ് പ്രഷർ. സോ ഒ പി മൈനസ് ടി പി എന്നുള്ളത് ഒ പി മൈനസ് ടി പി എന്നായി മാറും. സോ ഒ പി പ്ലസ് ടി പി ദറ്റ് ഈസ് ഈക്വൽ ടു ദ ഡി പി ഡി ഓഫ് എ പ്ലാസ്മോളൈസ്ഡ് സെൽ. പ്ലാസ്മോളൈസ്ഡ് സെല്ലിൻ്റെ ഡി പി ഡി എന്ന് പറയുന്നത് ഒ പി പ്ലസ് ടി പി ആവും. ഇനി എന്താ ഈ ഡി പി ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡി പി ഡി എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് ആണ് ഡി പി ഡി എന്ന് പറയുന്നത് അല്ലേ? ഈ ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് കൊണ്ട് കാണിക്കുന്നത് എന്താ? ഒരു സൊല്യൂഷൻ്റെ പൊട്ടൻഷ്യാലിറ്റിയാണ്. ആ പൊട്ടൻഷ്യാലിറ്റിയും കൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? അവിടെ സൊല്യൂട്ട് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വാട്ടർ പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും എന്നാണ് കാണിക്കുന്നത്. സോ ഹിയർ വി ക്യാൻ സേ മൈനസ് ഡി പി ഡി ആണ് സൈ ഡബ്ല്യു എന്ന് പറയുന്നത്. ശരിക്കും ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ മൈനസ് സൈനൊന്നും കൊടുക്കാതെ എഴുതുന്ന വാല്യൂ ആണ്. പക്ഷെ ഇവിടെ മൈനസ് ഡി പി ഡി എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈ ഡബ്ല്യു. പണ്ട് നമ്മൾ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ചേഞ്ച് ആവുന്നതിന് മുമ്പ്, അതായത് അപ്ഡേഷൻ വരുന്നതിന് മുമ്പ് ഈ പറയുന്ന ഡി പി ഡി ടേം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഇതിനെ ചുറ്റിപ്പറ്റി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഡി പി ഡി കുറവുള്ള ഭാഗത്ത് നിന്ന് ഡി പി ഡി കൂടുതലുള്ള ഭാഗത്തേക്കായിരിക്കും വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് എപ്പോഴും നടക്കുക. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചോളാം. ഇനി ഡി പി ഡി എന്ന് തന്നെ തരണമെന്ന് ഒരു നിർബന്ധമില്ല ക്വസ്റ്റ്യനകത്ത് ഒ പി ആൻഡ് ടി പി ഓഫ് എ പർട്ടിക്കുലർ സെൽ, ഒ പി ആൻഡ് ടി പി ഓഫ് അനദർ സെൽ, അങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ നിങ്ങളവിടെ ഡി പി ഡി കണ്ടുപിടിക്കുക. ഒ പി മൈനസ് ടി പി ആണ് ഡി പി ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ടി പി മൈനസ് ആണെങ്കിൽ മൈനസ് സൈൻ വെച്ച് തന്നെ തരും കേട്ടോ. അപ്പോൾ ഒ പി മൈനസ് ടി പി എന്ന് നിങ്ങൾക്ക് ആ മൈനസ് വാല്യൂ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പ്ലാസ്മോളൈസ്ഡ് സെല്ല് അതിൻ്റെ കേസിൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊന്നും ചോദിക്കില്ല. പ്ലാസ്മോളൈസ്ഡ് സെല്ലിൻ്റെ കേസിൽ മൈനസ് ടി പി ആവുമെന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ്, മൈനസ് ടി പി ആവുന്നതാണ്. പക്ഷേ നമുക്ക് ടി പി മൈനസ് ആണെങ്കിൽ മൈനസ് വാല്യൂ തന്നെ തരും. അതല്ലാതെ പ്ലാസ്മോളൈസ്ഡ് സെല്ലിന് മൈനസ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓവർ സ്മാർട്ടായി നമ്മൾ മൈനസ് ഒന്നും ഇടണ്ട. കാരണം പ്ലാസ്മോളിസിസ് പല സ്റ്റേജിൽ നടക്കുന്നുണ്ട്. ഇൻ ദ ബിഗിനിങ് ഓഫ് പ്ലാസ്മോളിസിസ് ദർ ഇസ് നോ നീഡ് ഓഫ് കൺസിഡറിങ് ദിസ് മൈനസ് സൈൻ ഫോർ ടി പി. അപ്പോൾ നമ്മളായിട്ട് കൺസിഡർ ചെയ്യേണ്ട നെഗറ്റീവ് സൈൻ ആക്ച്വലി കംപ്ലീറ്റ്ലി പ്ലാസ്മോളൈസ്ഡ് സെല്ലിൽ നെഗറ്റീവ് സൈൻ വരും. കാരണം അതൊരു പുള്ളിംഗ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പുള്ളിംഗ് ഫോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് എക്സേർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ടി പി നമ്മളായിട്ട് നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യേണ്ട. അവർ തരും നെഗറ്റീവാണ് ടി പി, നെഗറ്റീവ് ടി പി വാല്യൂ തരും. അങ്ങനെയാണെങ്കിൽ ഒ പി മൈനസ് ആ മൈനസ് വാല്യൂ മൈനസ് ടി പി എന്ന് എഴുതുക. അപ്പോൾ ഒ പി പ്ലസ് ടി പി എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ ഒ പിയും ടി പിയും എല്ലാ സെൽസിൻ്റെയും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടർ മൂവ്മെൻറ്റ് ഏത് സെല്ലിൽ നിന്ന് ഏത് സെല്ലിലേക്കായിരിക്കും നടക്കുക എന്ന് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഒ പി
മൈനസ് ടി പി ഈസ് ഈക്വൽ ടു ഡി പി ഡി. അത് ആ ഒരു ഇക്വേഷൻ വെച്ച് ഡി പി ഡി കണ്ടുപിടിക്കുക. ഡി പി ഡി കുറവുള്ളിടത്തുനിന്ന് കൂടുതലുള്ളിടത്തിലേക്കാണ് വെള്ളം പാസ് ചെയ്യുക എന്ന് ഓർത്തിരിക്കുക. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്തുനിന്ന് ചോദിക്കാറുള്ളത്, സെൽ വിച്ച് ഈസ് പ്രസന്റ് ഇൻ ദ ഹൈപ്പർടോണിക് സൊല്യൂഷൻ വെയർ ഇൻ ബിറ്റ്വീൻ ദ സെൽ വോൾ ആൻഡ് സെൽ മെംബ്രെയിൻ ദാറ്റ് വിൽ ബി ഫിൽഡ് വിത്ത് വാട്ടർ. അപ്പോൾ ഒന്നുപോലെ നമ്മൾ പ്രോട്ടോപ്ലാസത്തിൽ നിന്നുള്ള വെള്ളം അല്ലെങ്കിൽ സെല്ലിൽ നിന്നുള്ള വെള്ളം അല്ലെങ്കിൽ എന്താ പറയുക, നത്തിങ് വിൽ ബി പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ ദ ദിസ് വൺ സെൽ വോൾ ആൻഡ് മെംബ്രെയിൻ. അതേപോലെ ഹൈപ്പർടോണിക് സൊല്യൂഷൻ ക്യാൻ ബി പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ സെൽ വോൾ ആൻഡ് സെൽ മെംബ്രെയിൻ. എന്തായിരിക്കും അതിൻ്റെ ആൻസർ? ഹൈപ്പർടോണിക് സൊല്യൂഷൻ പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ സെൽ വോൾ ആൻഡ് സെൽ മെംബ്രെയിൻ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദാറ്റ് പോർഷൻ. നൗ ഹൈപ്പർടോണിക് ഐസോടോണിക് സൊല്യൂഷനിൽ കിടക്കുന്ന സെല്ലിന് എന്താണ് നടക്കുന്നത് മനസ്സിലായല്ലോ. നൗ വി ആർ ഗോയിങ് ടു സീ ഇംബിബിഷൻ. ഇംബിബിഷൻ എന്ന് പറയുന്നത് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡിഫ്യൂഷൻ ആണ്. വാട്ടർ വെൻ ഇറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ സോളിഡ് ഓർ കൊളോയിഡ് ആൻഡ് ഇറ്റ് കോസ് ഇൻക്രീസിങ് ദ വോളിയം ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സോളിഡ് ഓർ കൊളോയിഡ് അല്ലെങ്കിൽ സോളിഡ് പാർട്ടിക്കിൾസ് വെള്ളം അബ്സോർബ് ചെയ്യുന്നതിനെ നമ്മൾ ഇംബിബിഷൻ എന്ന് പറയുന്നത്. ഇംബിബിഷൻ നടന്ന ആ ഒരു സെല്ല് അല്ലെങ്കിൽ ആ പ്ലാന്റ് ടിഷ്യൂ അല്ലെങ്കിൽ ആ ഒരു ടിഷ്യൂ അത് എന്താണെങ്കിലും ദാറ്റ് വിൽ അണ്ടർഗോ ബൾജിങ്. ഓക്കെ, അതേപോലെ ഇംബിബിഷൻ എക്സാമ്പിളാണ് സീഡ്, ഡ്രൈ വുഡ്, ഇതൊക്കെ വെള്ളം അബ്സോർബ് ചെയ്യുന്നത് കേട്ടോ. ദ പ്രഷർ ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്വെല്ലിംഗ് ഓഫ് വുഡ് ഹാഡ് ബീൻ യൂസ്ഡ് ബൈ പ്രീ ഹിസ്റ്റോറിക് മാൻ ടു കട്ട് ദ വുഡ്. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഈ മരമൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മരം പതുക്കെ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ആപ്പ് പോലത്തെ ഒരു സാധനം കയറ്റി വയ്ക്കും അല്ലെ, ഒരു ചെറിയ മരത്തിൻ്റെ കഷ്ണം. എന്നിട്ടത് വെള്ളത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റുന്നറിയോ? അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചേക്കുന്ന മരത്തിൻ്റെ കഷ്ണം കുറച്ച് ബൾജായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും? ഓട്ടോമാറ്റിക്കായിട്ട് ആ തടി മുറിയും. അങ്ങനത്തെ പ്രോസസ്സൊക്കെ നമ്മൾ ഏൻഷ്യൻ ലൈഫിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മുടെ പൂർവികർ ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. ദെൻ ഈ ഇംബിബിഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഇല്ലായിരുന്നെങ്കിൽ സീഡ്ലിംഗ് ഒന്നും നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. സീഡ്ലിങ്ങിനൊക്കെ വേണ്ടിയിട്ട്, അതായത് സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇംബിബിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട് ലൂസനിങ് ഓഫ് ന്യൂട്രിയൻസ് നടക്കുന്നതുകൊണ്ട് ലൂസനിങ് ഓഫ് ന്യൂട്രിയൻസ് ആണ് അത് ബൾജ് ചെയ്ത് വരാനുള്ള കാരണമൊക്കെ കേട്ടോ. അതേപോലെ ഇംബിബിഷൻ നടക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഡിഫ്യൂഷൻ ആണ്. ഫ്രം ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഇറ്റ് വിൽ ഈസിലി മൂവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സീഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് മെച്യൂർ ആവാൻ നേരത്തെ ഡോർമൻ സ്റ്റേജിലിരിക്കുമ്പോൾ ഏകദേശം 10 to 15% വാട്ടർ മാത്രമേ സീഡിനകത്ത് ഉണ്ടാവുള്ളൂ, ബാക്കി മുഴുവൻ ഇവാപ്പറേറ്റ് ചെയ്ത് കളയുന്ന. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ വാട്ടറിൻ്റെ കണ്ടന്റ് വളരെ കുറവായിരിക്കും. സോ ഇറ്റ് വിൽ ഈസിലി അബ്സോർബ് ദ വാട്ടർ inside that particular solid or colloidal substance. Okay, so ആ അബ്സോർബൻറ്റ് ഇപ്പോൾ ഒരു ഇംബിബിഷനൊക്കെ നടക്കണമെങ്കിൽ ആ അബ്സോർബൻറ്റും അതുപോലെ ലിക്വിഡും തമ്മിലുള്ള അഫിനിറ്റി വെരി ഹൈ ആയിരിക്കണം, എന്നാൽ മാത്രമാണ് അബ്സോർപ്ഷൻ നടക്കുള്ളൂ. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഈ ഹൈപ്പർട്ടോണിക് ആ ഭാഗത്തുനിന്ന് വരാറുണ്ട് കേട്ടോ. If we are putting an RBC in hypotonic solution, what will happen? If we are putting one plant cell in hypotonic solution, what will happen? Plant cell, it will remain as such. They will not change its shape because they have cell wall. ആ cell wall അതിനെ സപ്പോർട്ട് ചെയ്യാൻ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. പക്ഷേ RBC എന്താവും? it will break, it will bulge and it will break. Okay, so അതും ഒരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടറിൻ്റെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട്. നമുക്കറിയാം ഈ വെള്ളത്തിന് ഇത്രയും ഹൈറ്റിലേക്ക് എത്തിക്കണമെങ്കിൽ ഇറ്റ് ഈസ് എ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട്. ദിസ് വിൽ ഒക്കർ ത്രൂ എ സ്പെഷ്യൽ ടിഷ്യൂ ദാറ്റ് ഈസ് കോൾഡ് സൈലം ആൻഡ് ഫ്ലോയം. അത് കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ ആണ് അല്ലേ. സൈലം വഴി വാട്ടറും മിനറൽസും അതുപോലെ തന്നെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സും അതേപോലെ ഫോട്ടോസിന്തറ്റിക് പ്രോഡക്റ്റ് ഫ്ലോയം വഴിയാണ് പാസ് ചെയ്യുക. ഇത് ഇത്ര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മാസ് ഫ്ലോ അല്ലെങ്കിൽ ബൾക്ക് ഫ്ലോ സിസ്റ്റം കൊണ്ടാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു വെള്ളം കെട്ടി നിർത്തിയേക്കുന്ന ഭാഗത്ത് നമ്മൾ പെട്ടെന്ന് വെള്ളം പൊളിച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വളരെ പെട്ടെന്നുള്ളൊരു ഒഴുക്കായിരിക്കും അല്ലേ. അതേപോലെ തന്നെയായിരിക്കും സൈലത്തിൽ കൂടെ ഫ്ലോയത്തിൽ കൂടെ ഉള്ള മൂവ്മെൻറ്റ്. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ഓരോ സ്റ്റെപ്പും പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇനി ഇതിനകത്തൊക്കെ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് നടന്നാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഒരുപാട് സമയം എടുക്കും വെള്ളത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്. ഏകദേശം 5 സെക്കൻഡ് എടുക്കും 100 മൈക്രോമീറ്റർ അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 100 മൈക്രോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു ലെങ്ത് ആണ്. അതിന് ഒരു 5 സെക്കൻഡ് എടുക്കുമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും ഈ പ്ലാന്റിൻ്റെ മേലെ വരെ വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടെ ഉള്ളതുകൊണ്ട് വെള്ളത്തിനെ താഴത്തേക്ക് പിടിച്ച് വലിക്കുകയും കൂടെ ചെയ്യും.
ഓക്കെ, അപ്പോൾ അതിന് എഗെയിൻസ്റ്റും കൂടെ വെള്ളത്തിന് മൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു മാസ് ഫ്ലോ അല്ലെങ്കിൽ ബൾക്ക് ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ വാട്ടറും മിനറൽസും അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് പ്രോഡക്റ്റും ഒക്കെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേഷൻ നടക്കുള്ളൂ. ഈ ട്രാൻസ്ലൊക്കേഷൻ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഈ മാസ് ഫ്ലോ അല്ലെങ്കിൽ ബൾക്ക് ഫ്ലോ നടക്കുന്നത് രണ്ട് തരത്തിലുള്ള ഫോഴ്സ് കൊണ്ടാണ്. അത് പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും നെഗറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറുമാണ്. പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ റൂട്ട് പ്രഷറാണ്. നെഗറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ ട്രാൻസ്പിരേഷൻ പുള്ളാണ് കേട്ടോ. Now if we see the cross section of the root stem and leaf, നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചാണ്. ക്രോസ് സെക്ഷൻ ഓഫ് റൂട്ട് സ്റ്റെം ആൻഡ് ലീഫ് സൈലോം ഫ്ലോയും പാസ് ചെയ്യുന്നതാണ്. സൈലം കൂടെ വാട്ടറും മിനറൽസും മേജറായിട്ട് പാസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഓർഗാനിക് നൈട്രജനും ഹോർമോണും ഒക്കെ ഇതിൽ കൂടെ പാസ് ചെയ്യുന്നതാണ്. അതേപോലെ ഫ്ലോയത്തിൽ കൂടെ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സൊല്യൂട്ട്സ് ഫോട്ടോസിന്തറ്റിക് പ്രോഡക്റ്റ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി എങ്ങനെയാണ് പ്ലാന്റ്സ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ പ്ലാന്റ്സ് വാട്ടർ എങ്ങനെ അബ്സോർബ് ചെയ്യും എന്നാണ് പഠിക്കാനുള്ളത്. അത് പഠിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ആ റൂട്ടിൻ്റെ അനാട്ടമി ഒന്നും കൂടെ നമുക്ക് നോക്കാം. സി ഹിയർ റൂട്ട് വെൻ വി ഇറ്റ് ഈസ് സീയിങ്, ഞാനിത് ഈ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന അതേ ഓർഡറിലല്ല പറയുന്നത്. ഞാൻ കുറച്ച് കുറച്ച് ആ ഒരു മിനറൽ ട്രാൻസ്പോർട്ടും കൂടി ഒരുമിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചിരുന്നോളാം. സോ ഹിയർ ഇത് കണ്ടോ, ഇത് അവിടെ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തെ ഈ ലെയറാണ് എപ്പിഡെർമൽ സെൽ അല്ലെങ്കിൽ എപ്പിബ്ലമ എന്ന് പറയുന്നത്. ഈ എപ്പിബ്ലമയുടെ എക്സ്റ്റൻഷനാണ് ഈ കൊടുത്തേക്കുന്ന റൂട്ട് ഹെയർ. എപ്പിബ്ലമയുടെ എക്സ്റ്റൻഷനാണ് ഇവിടെ കൊടുത്തേക്കുന്ന റൂട്ട് ഹെയർ. ഈ റൂട്ട് ഹെയറിൽ നിറയെ അയോൺ പമ്പ്സ് ഇരിക്കുന്നുണ്ട്. റൂട്ട് ഹെയറിൽ എന്താണ്, നിറയെ അയോൺ പമ്പ്സ് ഇരിക്കുന്നുണ്ട്. ഈ എപ്പിഡെർമൽ ലെയറിൻ്റെ ഉള്ളിലേക്ക് കാണുന്ന ജനറൽ കോർട്ടെക്സ് ആണ്. ജനറൽ കോർട്ടെക്സ് പാരൻകൈമ ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ ഇടയിൽ ഇന്റർസെല്ലുലാർ സ്പേസും ഉണ്ട്. ജനറൽ കോർട്ടെക്സ് റീച്ച് ചെയ്യുന്ന എൻഡോഡെർമിസിലേക്കാണ്. എൻഡോഡെർമിസ് കാസ്പേറിയൻ സ്ട്രിപ്പ് വെച്ച് കവർ ചെയ്തിട്ടുള്ളതാണ്. ഈ എൻഡോഡെർമിസിൻ്റെ 1-2 സെൽസ് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കാസ്പേറിയൻ സ്ട്രിപ്പ് ഇല്ലാത്തതായി നോക്കിക്കേ. ഇത് കാസ്പേറിയൻ സ്ട്രിപ്പ് ഇല്ലാത്തതാണ്, ഇത് കാസ്പേറിയൻ സ്ട്രിപ്പ് ഇല്ലാത്തതെന്നൊക്കെ ഇരിക്കട്ടെ. അതിനെ നമ്മൾ പറയുന്ന പേരാണ് പാസേജ് സെൽ. അതിന് നമ്മൾ പറയുന്ന പേരാണ് പാസേജ് സെൽ. ഓക്കെ, ബാക്കി എല്ലാത്തിനും കാസ്പേറിയൻ സ്ട്രിപ്പ് ഉണ്ട്. അതേപോലെ പാസേജ് സെൽ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. സാധാരണ പാസേജ് സെല്ല് കാണുന്നത് സ്റ്റീലിൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രോട്ടോസൈലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന സെൽസാണ് പാസേജ് സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നത്. അതേപോലെ നമുക്കറിയാം ഈ സൈലോം ഫ്ലോയും ഇതിൻ്റെ ഉള്ളിൽ റൂട്ടിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്തേക്കുന്ന എക്സാർക്ക് അറേഞ്ച്മെൻ്റ് ആണ്. പ്രോട്ടോസൈലം ടുവേഴ്സ് ദ പെരിഫറി, മെറ്റാസൈലം ടുവേഴ്സ് ദ സെൻറ്റർ എന്നാണ് നമ്മൾ റൂട്ടിൽ പഠിച്ചിട്ടുള്ളത്. അതേപോലെ ഈ എൻഡോഡെർമിസിന്റെ ഉള്ളിലേക്ക് ഒരു പെരിസൈക്കിൾ ലെയറും കാണുന്നുണ്ട്. ഈ പെരിസൈക്കിൾ ലെയർ പാരൻകൈമ ടിഷ്യൂ ആണ്. ഇവിടെ ഈ പെരിസൈക്കിൾ ലെയർ ആണ് കേട്ടോ സെക്കൻഡറി കോർ ക്യാമ്പി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സെക്കൻഡറി ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കോർ ക്യാമ്പി ആയിട്ട് ആക്ട് ചെയ്യുന്ന ആ പെരിസൈക്കിൾ ലെയർ ആണ്. ഓക്കെ, കോർ ക്യാമ്പി ആയിട്ട് ആക്ട് ചെയ്യുന്ന പെരിസൈക്കിൾ ലെയർ ആണ്. ഇനി നമുക്ക് സൈലോം ഫ്ലോയും കാണാം, റേഡിയലി അറേഞ്ച് ചെയ്തേക്കുന്ന സൈലോം ഫ്ലോയും കാണാം. പ്രോട്ടോസൈലം പെരിഫറിയിലേക്കും മെറ്റാസൈലം ഉള്ളിലേക്കും ആയിരിക്കും ഇരിക്കുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. ഇതാണ് ആ റൂട്ടിൻ്റെ അനാട്ടമി എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഈ റൂട്ട് ഹെയറിൽ അയോൺ പമ്പ്സ് ഉണ്ട്. നമുക്കിവിടെ റൂട്ട് അബ്സോർബ് ചെയ്യേണ്ട എന്താണ്, മിനറൽസും വാട്ടറുമാണ്. അപ്പോൾ വാട്ടർ സാധാരണ ഡിഫ്യൂസ് ചെയ്തിട്ട് മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുക. വാട്ടർ എങ്ങനെ കയറുള്ളൂ, ഡിഫ്യൂസ് ചെയ്തിട്ടാണ് വേരിൻ്റെ ഉള്ളിലേക്ക് കയറുക അല്ലെങ്കിൽ റൂട്ട് ഹെയറിൻ്റെ ഉള്ളിലേക്ക് കയറുക. എങ്ങനെയാണ് വാട്ടർ ഡിഫ്യൂസ് ചെയ്യുക? നമ്മളൊരു പ്ലാന്റിനെ എടുത്ത് നോക്കിയാൽ പ്ലാന്റിൽ കാണുന്നതിൽ കൂടുതൽ വാട്ടർ സോയിലിൽ എപ്പോഴും ഉണ്ടാവണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഇല്ല. ഡ്രൈ സോയിൽ ആണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് വാട്ടർ മോർ കോൺസെൻട്രേഷൻ ഇൻ ദ സോയിൽ, റൈറ്റ്? അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ വെള്ളത്തിനെ ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെക്കാനിസം ഇവിടെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കും. ആ മെക്കാനിസം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഹിയർ ദ മെക്കാനിസം വിച്ച് ഈസ് ഇൻഡ്യൂസ്ഡ് ഹിയർ ഫോർ എൻറ്ററിങ് ദ വാട്ടർ ഇൻസൈഡ്, ദറ്റ് ഈസ് നത്തിങ് ബട്ട് ദ അയോൺ പമ്പ് പ്രസൻറ്റ് ഇൻ ദ റൂട്ട് ഹെയർ. റൂട്ട് ഹെയറിൽ കാണുന്ന അയോൺ പമ്പ്സ് ആണ്. ഈ റൂട്ട് ഹെയറിൽ കാണുന്ന അയോൺ പമ്പ്സ് എന്ത് ചെയ്യുന്നറിയോ? കണ്ടിന്യൂസ്ലി സോയിലിൽ മിനറൽസ് സാധാരണ മിനറൽ അയോൺസ് ആയിട്ടാണ് കാണുക. മിനറൽസ് എങ്ങനെ കാണുക? മിനറൽ അയോൺസ് ആയിട്ട് കാണുക. ഈ മിനറൽ അയോൺസിനെ കണ്ടിന്യൂസ് റൂട്ട് ഹെയറിലേക്ക് പമ്പ് ചെയ്യും. റൂട്ട് ഹെയറിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ റൂട്ട് ഹെയറിൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ വളരെ കുറവാകും, അല്ലെങ്കിൽ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ വളരെ കൂടും. സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടും. സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സി ദാറ്റ് റീജിയൻ വിൽ ബി സ്റ്റാർവിങ് ഫോർ വാട്ടർ. സോ വി ആർ ക്രിയേറ്റിംഗ് എ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഫോർ വാട്ടർ ഇൻ ബിറ്റ്വീൻ ദ സോയിൽ ആൻഡ് റൂട്ട് ഹെയർ. റൂട്ട് ഹെയറിൻ്റെ സോയിലിൻ്റെ ഇടയിൽ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൻ്റെ
ഫലമായിട്ട് റൂട്ട് ഹെയറിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഡിഫ്യൂസ് ചെയ്ത് കയറും. കാരണം എന്താ, റൂട്ട് ഹെയറിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് ഡ്രൈ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഒരുപാട് ദാഹിക്കുന്ന പോലെ ഒരു കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാക്കി വെച്ചേക്കുക. സോ ഹിയർ വി ക്യാൻ സി ദ റൂട്ട് ഹെയർ ഇൻസൈഡ് ദാറ്റ് വാട്ടർ വിൽ എൻറ്റർ. വാട്ടർ എൻ്റർ ചെയ്യുന്ന ഒന്നുപോലെ സിംപ്ലാസ്റ്റ് പാത്വേ വഴി എൻ്റർ ചെയ്യാം, അതായത് റൂട്ട് ഹെയറിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് ഡയറക്റ്റ് എൻ്റർ ചെയ്യാം. അതല്ലെങ്കിൽ ആ റൂട്ട് ഹെയറിൻ്റെ സെൽ വോളിൻ്റെ സെൽ മെമ്പറിൻ്റെ ഇടയ്ക്ക് വെള്ളം എൻ്റർ ചെയ്യാം. ഇഫ് ദിസ് ഈസ് എൻറ്ററിങ് ഇൻസൈഡ് ദ സൈറ്റോപ്ലാസം ദാറ്റ് ഈസ് സിംപ്ലാസ്റ്റിക് pathway. If that is entering in between the cell wall and cell membrane of this root hair, that is apoplastic pathway. അത് ഈ ഒരു റീജിയനിലും എൻ്റർ ചെയ്യാം, ഈ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലും എൻ്റർ ചെയ്യാം. Then after that, from this epiblema it will reach to the intercellular space of the parenchyma which is present in the cortex region. കോർട്ടെക്സ് റീജിയനിൽ കാണുന്ന ഇന്റർസെല്ലുലാർ സ്പേസിലേക്ക് നമുക്ക് ഈ വെള്ളം എൻ്റർ ചെയ്യുന്ന കാണാം. ഈ ഇന്റർസെല്ലുലാർ സ്പേസിൽ കൂടെ അല്ലെങ്കിൽ the parenchyma tissue which is present in the cortex region, അവിടുത്തെ പാരൻകൈമ സെൽസിൻ്റെ സെൽ വോളിൻ്റെ സെൽ മെമ്പറിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഈ വെള്ളം പാസ് ചെയ്യുന്ന കാണാം. സെൽ വോളിൻ്റെ സെൽ മെമ്പറിൻ്റെ ഇടയിൽ കൂടെ വെള്ളം പാസ് ചെയ്യുന്ന കാണാം. അതിനെ നമ്മൾ എപ്പോപ്ലാസ് മൂവ്മെൻറ്റ് എന്നാ പറയാം. കാരണം എന്താണ്, അവിടെ വെള്ളം ഒരിക്കലും ഒരു സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. ഇനി ചിലപ്പോൾ അത് സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ കയറാൻ കേട്ടോ, but majorly this transport it occurs from the epiblema region to the endodermis as epoplast pathway. Epoplast എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ കയറാതെ ഇന്റർസെല്ലുലാർ സ്പേസ് വഴിയും സെൽ വോളിൻ്റെ സെൽ മെമ്പറിൻ്റെ ഇടയിൽ കൂടെ കയറി ഇറങ്ങിയിട്ടൊക്കെ വെള്ളം പോകുന്നതിനെയാണ് എപ്പോപ്ലാസ്റ്റ് പാത്വേ എന്ന് പറയുന്നത്. അത് വളരെ ഈസി ആയിട്ടുള്ള കണ്ടക്ഷനാണ്, വളരെ ഫാസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ ഈ ഒരു ഇതിൽ നോക്കിയ സിംപ്ലാസ്റ്റ് പാത്വേയിൽ ഇവിടെ ഈ എപ്പിഡെർമൽ ടിഷ്യൂവിൻ്റെ ഉള്ളിൽ കയറി, അത് കഴിഞ്ഞിട്ട് എപ്പിഡെർമൽ സെല്ലിൻ്റെ ഉള്ളിൽ കയറി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എപ്പോപ്ലാസ്റ്റ് പാത്വേ നമുക്ക് കാണാം. ദെൻ അഗെയിൻ ഇറ്റ് ഈസ് എൻ്ററിങ് ഇൻസൈഡ് ദ സൈറ്റോപ്ലാസം. അങ്ങനെയും നടക്കാം, പക്ഷേ അത് വളരെ റെയർ ആയിട്ടാണ് നടക്കുള്ളൂ. അതുകൊണ്ട് സിംപ്ലാസ്റ്റ് പാത്വേ നമ്മൾ സാധാരണ കോർട്ടെക്സ് റീജിയനിൽ പറയാറില്ല, വളരെ റെയർ ആയിട്ട് എന്നാലും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോപ്ലാസ്റ്റ് പാത്വേ വിത്ത് ദാറ്റ് ദിസ് വാട്ടർ മോളിക്യൂൾ ഇറ്റ് റീച്ചസ് ടിൽ ദ എൻഡോഡെർമിസ് ലെയർ. എൻഡോഡെർമിസ് ലെയറിൽ ചെന്നാൽ ഇവിടെയൊക്കെ കാസ്പെറിൻ സ്ട്രിപ്പ് ഉള്ളതാണ്. ഈ കാസ്പെറിൻ സ്ട്രിപ്പിനെ കൊണ്ട് ഈ വെള്ളത്തിന് എങ്ങോട്ട് കയറാൻ പറ്റില്ല, സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഒരു സൈറ്റോപ്ലാസത്തിൽ നിന്ന് വെള്ളം വേറൊരു സൈറ്റോപ്ലാസത്തിലേക്ക് പോകുന്ന പ്ലാസ്മോഡെസ്മൈറ്റൽ കണക്ഷൻ വഴിയാണ് കേട്ടോ, പ്ലാസ്മോഡെസ്മൈറ്റൽ കണക്ഷൻ വഴിയാണ്. ഈ വെള്ളം എൻഡോഡെർമിസിൻ്റെ ഈ ഭാഗത്തൂടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോഴാണ് ഇവിടെ ഒരു പാസേജ് സെല്ല് ഇരിക്കുന്ന കാണുന്നത്. ഈ പാസേജ് സെല്ലിന് എന്തില്ല, കാസ്പെറിൻ സ്ട്രിപ്പ് ഇല്ല. ഈ പാസേജ് സെല്ലിൽ കുറേ മിനറൽ അയോൺസിനെ പമ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മിനറൽ അയോൺസിനെ കടത്തിവിടാനുള്ള ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസും ഇരിക്കുന്നുണ്ട്. ഈ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് എല്ലാ മിനറൽ അയോൺസിനെയും ഇതിവിടെ കടത്തിവിടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സോയിലുള്ള എല്ലാ മിനറൽ അയോൺസും പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് വേണ്ടതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടതിനെ മാത്രം കടത്തിവിടാനുള്ളൊരു സെലക്ഷനാണ് ഈ പറയുന്ന പാസേജ് സെല്ലിലുള്ള മിനറൽ അയോണിൻ്റെ പമ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മിനറൽ അയോണിൻ്റെ ചെക്ക് പോയിന്റ് ആയിട്ട് എൻഡോഡെർമിസിനെ പറയാം. സോ ഹിയർ വെൻ വാട്ടർ റീച്ചസ് inside in the passage cell, water enter inside the passage cell. Passage cell ന്റെ ഉള്ളിൽ കയറും. അത് സിംപ്ലാസ്റ്റ് പാത്വേ ആണ്. Then after that it enter into pericycle. Then after that it enter into protoxylem, tracheids, vessels regionിലേക്ക് എൻ്റർ ചെയ്യും. ആ ട്രക്കീഡ്സിൻ്റെയും വെസൽസിൻ്റെയും റീജിയനിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബൾക്ക് ഫ്ലോ അല്ലെങ്കിൽ മാസ് ഫ്ലോ നടക്കും. അതൊരു എപ്പോപ്ലാസ്റ്റ് പാത്വേ ആണ്. പിന്നെ നടക്കുന്ന ബൾക്ക് ഫ്ലോ അല്ലെങ്കിൽ മാസ് ഫ്ലോ ആണ്, അതൊരു എപ്പോപ്ലാസ്റ്റ് പാത്വേ ആണ്. ഓക്കെ, നൗ ദിസ് വാട്ടർ ഹാസ് ടു റീച്ച് ദ ടോപ്പ് ഓഫ് ദ പ്ലാന്റ്. ഈ വെള്ളമാണ് നമ്മൾ ഇതിൻ്റെ ഈ സൈലത്തിലെത്തിയ ഈ വെള്ളമാണ് മേലേക്ക് എത്തേണ്ടത്. ഇവിടെ സൈലം ട്രക്കീഡ്സും വെസൽസും എല്ലാം നോൺ ലിവിങ് കൺഡ്യൂയിറ്റ്സ് ആണ് കേട്ടോ, കണ്ടക്ടിങ് ടിഷ്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ കൂടെയുള്ള ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എപ്പോപ്ലാസ്റ്റ് പാത്വേ ആണ്. ഇനി ചില പ്ലാന്റ്സിൽ ഈ വെള്ളത്തിനെയും മിനറൽസിനെയൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ചില അഡീഷണൽ സ്ട്രക്ചർ ഉണ്ടാവും. അതാണ് മൈക്കോറൈസ എന്ന് പറയുന്നത്. മൈക്കോറൈസ എന്ന് പറയുന്നത് സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫംഗസ് വിത്ത് റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സ് ആണ് മൈക്കോറൈസ എന്ന് പറയുന്നത്. ചില കേസിൽ എന്തെങ്കിലുമെന്ന് വെച്ചാൽ പൈനസിൻ്റെയൊക്കെ കേസിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ സീഡ്ലിങ്ങിന് പോലും ഈ പറയുന്ന മൈക്കോറൈസൽ അസോസിയേഷൻ വേണം. അതായത് ഒരു പൈനസ് സീഡ് അത് എപ്പോഴും അല്ല പൈനസ് പ്ലാന്റ് എപ്പോഴും മൈക്കോറൈസൽ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതെന്താ അവിടെ മൈക്കോറൈസ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മൈക്കോറൈസയുടെ ആ ഫംഗൽ ഫിലമെൻറ്റ് അത് സർഫസ് ഏരിയ കൂട്ടിയിട്ട് മാക്സിമം സോയിലിൽ നിന്ന് നൈട്രജനെയും ഫോസ്ഫറസിനെയും ഒക്കെ അബ്സോർബ് ചെയ്യുകയാണ് ഈ പറയുന്ന മൈക്കോറൈസൽ അസോസിയേഷൻ ചെയ്യുന്നത്. മൈക്കോറൈസൽ അസോസിയേഷൻ നമുക്ക് രണ്ട് തരത്തിൽ കാണാം. ഒന്ന് എക്ടോ മൈക്കോറൈസയും ഒന്ന് എൻഡോ മൈക്കോറൈസയും. എക്ടോ മൈക്കോറൈസ എന്ന് പറയുന്ന മൈക്കോറൈസ ഗ്രോ ചെയ്യുന്ന കോർട്ടിക്കൽ റീജിയനിലായിരിക്കും. എൻഡോ മൈക്കോറൈസ എന്ന് പറയുന്ന മൈക്കോറൈസ ഇറ്റ്
it will be present in the vascular region. ഈ എൻഡോമൈക്കോറൈസയ്ക്ക് പറയുന്ന വേറൊരു പേരാണ് വാസ്കുലാർ അർബസ്കുലാർ മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ വാസ്കുലാർ ടിഷ്യൂവിൽ വളരുന്ന മൈക്കോറൈസ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വാം, വാസ്കുലാർ അർബസ്കുലാർ മൈക്കോറൈസ. ഓക്കെ, വെള്ളം പ്ലാന്റ്സിൻ്റെ മേലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലാന്റ്സ് എങ്ങനെയാണ് വെള്ളം അബ്സോർബ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ പ്ലാന്റ്സിൻ്റെ മേലേക്ക് എങ്ങനെയാണ് വെള്ളം അബ്സോർബ് ചെയ്യുന്നത്? പ്ലാന്റ്സിൻ്റെ മേലേക്ക് വെള്ളം അബ്സോർബ് ചെയ്യാൻ വെള്ളത്തിൻ്റെ 2-3 പ്രോപ്പർട്ടി അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന് എന്താണെന്ന് അറിയാം, വെള്ളത്തിൻ്റെ കൊഹീഷൻ പ്രോപ്പർട്ടി. വെള്ളത്തിന് കൊഹീഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾ എവിടെയൊക്കെ ഉണ്ടോ വാട്ടർ മോളിക്യൂൾ തമ്മിൽ എപ്പോഴും ഒരു ബോണ്ട് ഉണ്ടാക്കും. അതായത് വാട്ടർ മോളിക്യൂൾ തമ്മിൽ എപ്പോഴും ഒരു ആഗ്രിഗേഷൻ ഉണ്ടാവും. അതിനാണ് നമ്മൾ കൊഹീഷൻ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വാട്ടറിന് അഡ്ഹീഷൻ പ്രോപ്പർട്ടി ഉണ്ട്. അതായത് വാട്ടർ ഏത് വഴിയാണോ സഞ്ചരിക്കുന്നത് ആ സഞ്ചരിക്കുന്ന അതിൻ്റെ വോളിലേക്ക്, അതായത് പോളാർ സർഫസിലേക്ക് അതിനൊരു അട്രാക്ഷൻ ഉണ്ടാവും. അതായത് ആ പോളാർ സർഫസിൽ പറ്റിപ്പിടിച്ചിട്ടായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വേറെ എന്താണെന്ന് വെച്ചാൽ വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ. വാട്ടർ ഫോമിലാണ് അത് അബ്സോർബ് ചെയ്യുന്നത്, അതായത് ലിക്വിഡ് ഫോമിലാണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ സർഫസ് ടെൻഷൻ വരുന്നത് വെള്ളത്തിന് ലിക്വിഡ് ഫോമിലാണ്. അത് ഐസ് ഫോമിലും അല്ല, ഗേഷ്യസ് ഫോമിലും അല്ല. അതുകൊണ്ട് തന്നെ ഈ ലിക്വിഡ് ഫോമിലുള്ള വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ്റെ ഈ 3 ഗുണങ്ങൾ കൊണ്ടാണ് വെള്ളം എളുപ്പം മേലേക്ക് എത്തുന്നത്. ഈ 3 ഗുണങ്ങൾ ഉണ്ടെന്ന് കരുതി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരായിട്ട് വെള്ളത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. സോ ഹിയർ വി ക്യാൻ സീ cohesion property, adhesion property and surface tension property of water that will help the movement of water up a plant without much difficulty. ഓക്കെ, ഇനി അതിനെ ഫേവർ ചെയ്യുന്ന 2 ഫോഴ്സസ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും ഒന്ന് നെഗറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറാണ്. പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് റൂട്ട് പ്രഷറാണ്. നമ്മൾ പറഞ്ഞു എപ്പോപ്ലാസ് മൂവ്മെന്റ് വഴി വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഏതിൻ്റെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, റൂട്ടിൻ്റെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ. അതിന് കാരണം എന്താണ്? ആ അയോൺ പമ്പ്സ്, അതായത് റൂട്ട് ഹെയറിൽ ഉള്ള അയോൺ പമ്പ്സ് കണ്ടിന്യൂസ് ആയിട്ട് അയോൺസിനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും ഒരു ഡ്രൈ കണ്ടീഷൻ ഉണ്ടാവുകയും എപ്പോഴും വാട്ടറിൻ്റെ ഇൻടേക്ക് ഉള്ളതുകൊണ്ട് വാട്ടറിൻ്റെ ഇൻടേക്ക് സ്റ്റോപ്പ് ആവാത്തതുകൊണ്ട് എപ്പോഴും എപ്പോപ്ലാസ് മൂവ്മെന്റ് വഴി വെള്ളം ഉള്ളിലേക്ക് കയറുന്നുണ്ടാവും. വെള്ളം ഉള്ളിലേക്ക് കയറി എൻഡോഡെർമിസിൻ്റെ അവിടുന്ന് സിംപ്ലാസ് മൂവ്മെന്റ് വഴി വെള്ളം എങ്ങോട്ട് കയറും? പെരിസൈക്കിൾ വഴി പ്രോട്ടോസൈലത്തിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. ഈ പ്രോട്ടോസൈലം എന്ന് പറഞ്ഞാൽ സൈലർ ട്രക്കീഡ്സും വെസൽസും ഒക്കെ ഡെഡ് ആയതുകൊണ്ട് എപ്പോപ്ലാസ് മൂവ്മെന്റ് വഴി അതിൻ്റെ ഉള്ളിലൊരു വാട്ടർ കോളം ഡെവലപ്പ് ചെയ്യും. ഈ വാട്ടർ കോളം വന്നിട്ട് പതുക്കെ മേലേക്ക് ഇങ്ങനെ തള്ളി കയറുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം എപ്പോപ്ലാസ് മൂവ്മെന്റ് വഴി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന വെള്ളം, അതായത് റൂട്ട് ഹെയർ വഴി പാസീവായിട്ട് വെള്ളം ഡിഫ്യൂസ് ചെയ്ത് ഉള്ളിൽ കയറുന്ന ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാട്ടറിൻ്റെ ഒരു കോളം ഡെവലപ്പ് ചെയ്യും. ഈ വാട്ടറിൻ്റെ ഒരു കോളം ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും വേറെ ഒരു തരത്തിലുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും ഇല്ലാത്ത സമയത്ത്. ഇനിയുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് നെഗറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറാണ്. അത് ട്രാൻസ്പിരേഷൻ പുള്ളാണ്. അതായത് ഈ വെള്ളം ഇങ്ങനെ ഒരു വാട്ടർ കോളം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ മേലേന്ന് ഒരാൾ വലിച്ചു കയറ്റാനുണ്ടെങ്കിൽ ആ ഈസി മൂവ്മെന്റ് ഇറ്റ് ഒക്കേഴ്സ് അല്ലേ. അപ്പം ട്രാൻസ്പിരേഷൻ ആണ് ആ ഈസി മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ട്രാൻസ്പിരേഷൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഈ റൂട്ട് പ്രഷർ അല്ലെങ്കിൽ ഈ പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ പുഷിംഗ് ഫോഴ്സ് ടുവേർഡ്സ് അപ്പ്, ദാറ്റ് ഈസ് ഡ്യൂ ടു ദ വാട്ടർ കോളം വിച്ച് ഈസ് ഡെവലപ്പിംഗ് ഇൻ ദ സൈലം. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കൂൾ ക്ലൈമറ്റിൽ, അതായത് ഇൻ ദ ഏർലി മോർണിംഗിലൊക്കെ നമ്മൾ പറമ്പിലൊക്കെ നടക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കാലിലൊക്കെ വെള്ളം പറ്റും അല്ലേ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ലീഫിൻ്റെ ടിപ്പിൽ കൂടെയും മാർജിനിൽ കൂടെയും കാണുന്ന ചില സ്ട്രക്ചർ വഴി വെള്ളം പുറത്തേക്ക് വരുന്ന ഈ ലീഫ് ടിപ്പും മാർജിനും ലീഫ് ടിപ്പ് വഴിയും ലീഫിൻ്റെ മാർജിൻ വഴിയും ഉള്ളൊരു സ്ട്രക്ചറാണ് ഹൈഡാത്തോഡ് എന്ന് പറയുന്നത്. ഹൈഡാത്തോഡ് എന്ന് പറയുന്ന ഒരു കുഴൽ പോലത്തെ സ്ട്രക്ചറാണ്. ഈ കുഴൽ പോലത്തെ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത് കളർലെസ് സെൽസ് ആയിട്ടുള്ള എപ്പിത്തം സെൽസ് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഹൈഡാത്തോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ വഴി വെള്ളം പുറത്തേക്ക് വരുന്നത്. അത് റൂട്ട് പ്രഷർ കൊണ്ടാണ് ആ വെള്ളം അങ്ങനെ പുറത്തേക്ക് വരിക. അതേപോലെ തന്നെ നമ്മൾ ഒരു പ്ലാന്റിൻ്റെ ബേസ് വെച്ചിട്ട് കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ, അതായത് കൂൾ ക്ലൈമറ്റിൽ അല്ലെങ്കിൽ ഹ്യൂമിഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ ട്രാൻസ്പിരേഷൻ വളരെ കുറവുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ അതിൻ്റെ ബേസിൽ ചേർത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും സ്റ്റെമ്മിൽ കൂടെ വെള്ളം ഇങ്ങനെ തള്ളി പുറത്തേക്ക് വരുന്ന കാണാം. ആ സ്റ്റെമ്മിൽ കൂടെ വെള്ളം തള്ളി പുറത്തേക്ക് വരുന്ന സൈലം വഴിയാണ്. അതിന് നമ്മൾ സൈലം
സാപ്പ് എന്നാ പറയാം. ഈ സൈലം സാപ്പ് മറ്റൊന്ന് സൈലം സാപ്പ് തന്നെയാണ് കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞ ആദ്യത്തെ എക്സ്പെരിമെന്റിൽ ഈ പറയുന്ന ഗട്ടേഷൻ വഴി പുറത്തേക്ക് വരുന്ന സൈലം സാപ്പ് തന്നെയാണ്. ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള മിനറൽസും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് കോമ്പോസിഷൻ ഓഫ് സൈലം സാപ്പ് വി ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഇതിനകത്ത് ഹൈഡാത്തോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ വഴിയാണ് എന്ത് നടക്കുക, ഗട്ടേഷൻ നടക്കുക. ഓക്കെ, ഈ റൂട്ട് പ്രഷർ വഴി വെള്ളം പുറത്തേക്ക് വരുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഗട്ടേഷൻ. ഗട്ടേഷൻ നടക്കുന്ന ഹൈഡാത്തോഡ് വഴിയാണ്. ഹൈഡാത്തോഡ് ഉണ്ടാക്കിയിട്ടുള്ള എപ്പിത്തം സെൽസ് വഴിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നോളാം. Now next one, negative hydrostatic pressure. Negative hydrostatic pressure എന്ന് പറയുന്നത് ട്രാൻസ്പിരേഷൻ പുള്ളാണ്. ട്രാൻസ്പിരേഷൻ പുൾ നടക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ശരിക്കും പറഞ്ഞാൽ പ്ലാന്റ്സിൽ ട്രാൻസ്പിരേഷൻ നടക്കുന്ന ഗേഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. ശരിക്കും ട്രാൻസ്പിരേഷൻ നടക്കുന്നത് സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അനാട്ടമി ഓഫ് ലീഫ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ദ ഡോർസി വെൻട്രൽ ലീഫ് ഇൻ ദാറ്റ് വി ക്യാൻ സീ ദ സ്റ്റൊമാറ്റ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ അബാക്സിയൽ സൈഡ് എന്നൊക്കെ പറഞ്ഞു അല്ലേ. നമ്മൾ സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന് പറഞ്ഞത്. സ്റ്റൊമാറ്റൽ അപ്പാരറ്റസിൽ ഒരു സെന്ററിൽ കാണുന്ന ഒരു സ്റ്റൊമാറ്റൽ അപ്പർച്ചർ അല്ലെങ്കിൽ ഒരു സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് ഉണ്ട്. അതിനെ കവർ ചെയ്തിട്ട് ഒരു ഗാർഡ് സെല്ല്, 2 ഗാർഡ് സെൽ ഉണ്ട്. അതേപോലെ തന്നെ അതിനെ കവർ ചെയ്തിട്ട് സബ്സിഡിയറി സെൽസും ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഗാർഡ് സെല്ല് ബൾജ് ചെയ്യുമ്പോഴാണ്. അതായത് ഗാർഡ് സെല്ലിന് ഒരു പ്രത്യേകതയുണ്ട്. ഗാർഡ് സെല്ല് 2 ഷേപ്പിലാണ് കാണുക. ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ്സിലും മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിലും. ഡൈക്കോട്സിൽ അത് കിഡ്നി ഷേപ്പ് ആണെങ്കിൽ മോണോകോട്സിൽ അത് ഡംബൽ ഷേപ്പിലായിരിക്കും. എങ്ങനെയാണെങ്കിലും ഈ ഗാർഡ് സെല്ലിൻ്റെ ഉൾഭാഗത്തെ സെൽ വോൾ വന്നിട്ട് തിക്കായിരിക്കും, പുറം ഭാഗത്തെ സെൽ വോൾ വന്നിട്ട് തിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഗാർഡ് സെല്ലിനകത്ത് വെള്ളം നിറയുമ്പോൾ അത് ബൾജ് ചെയ്യും, പുറത്തേക്ക് തള്ളി അകംഭാഗം കുറച്ച് വൈഡാക്കി സ്റ്റൊമാറ്റൽ അപ്പർച്ചർ ഓപ്പൺ ആക്കുകയാണ് ചെയ്യുക. അപ്പോൾ സ്റ്റൊമാറ്റൽ അപ്പർച്ചർ ഓപ്പൺ ആക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഗേഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. ഈ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കാർബൺ ഡൈ ഓക്സൈഡ് അതിന് ഫോട്ടോസിന്തസിസിന് എടുക്കാൻ വേണ്ടിയിട്ടും ഓക്സിജൻ ഫോട്ടോസിന്തറ്റിക് പ്രോഡക്റ്റിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓക്സിജൻ അതിന് റെസ്പിറേഷന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് അവിടെ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുക. അപ്പോൾ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് ഡേ ഈ പറയുന്ന സ്റ്റൊമാറ്റോ ഓപ്പൺ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഗാർഡ് സെല്ല് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം. ഗാർഡ് സെല്ല് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കണം. ഈ ഗാർഡ് സെല്ല് എന്തിനോട് എക്സ്പോസ് ആയിട്ടാണ് നിൽക്കുന്നത്? അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പോസ് ആയിട്ടാണ് നിൽക്കുന്നത്. അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ഗാർഡ് സെല്ലിലേക്ക് എടുക്കുന്ന വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫ്യൂസ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. അത് വാട്ടർ വേപ്പർ ഫോമിലായിരിക്കും. അതാണ് ഈ ട്രാൻസ്പിരേഷൻ പുള്ളുണ്ടാവാനുള്ള കാരണം. എപ്പോഴും ഈ ഗാർഡ് സെല്ല് വെള്ളം അങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കും. കാരണം എന്താ? ഗാർഡ് സെല്ല് പുറത്തേക്ക് എക്സ്പോസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇനി ഈ ട്രാൻസ്പിരേഷൻ പുള്ള് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ നടക്കുക. ഏകദേശം 15 മീറ്റർ/അവർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ നടക്കുക. അതല്ലാതെ പമ്പിംഗ് മെക്കാനിസം ഒന്നും ഇവർക്ക് ഇല്ല. ഓക്കെ, സോ ഈ 15 മീറ്റർ/അവർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ നടക്കുമ്പോൾ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് വെള്ളത്തിന് മുകളിലേക്ക് എടുക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മോഡൽ ഉണ്ട്. ദാറ്റ് ഈസ് കൊഹീഷൻ ടെൻഷൻ ട്രാൻസ്പിരേഷൻ പുൾ മോഡൽ. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. വാട്ടറിൻ്റെ കൊഹീഷൻ പ്രോപ്പർട്ടി, വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ പ്രോപ്പർട്ടി, വാട്ടറിൻ്റെ അഡ്ഹീഷൻ പ്രോപ്പർട്ടി ആൻഡ് ട്രാൻസ്പിരേഷൻ പുൾ. ബിക്കോസ് ഓഫ് ദാറ്റ് ദ വാട്ടർ വിൽ ബി ടേക്കൺ അപ്പ്. ഓക്കെ, ഇനി സ്റ്റൊമാറ്റ എങ്ങനെയായിരിക്കും ഇതിനകത്ത് പ്ലാന്റ്സിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നതിനനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റൊമാറ്റ ഉണ്ട്. ആപ്പിൾ ഓർ മൾബറി ടൈപ്പ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് പ്ലാന്റ്സിൻ്റെ ലീഫിൻ്റെ അബാക്സിയൽ സൈഡ് ലോവർ സർഫസിലായിരിക്കും മുഴുവൻ സ്റ്റൊമാറ്റയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. അതിന് ആപ്പിൾ അല്ലെങ്കിൽ മൾബറി ടൈപ്പ് സ്റ്റൊമാറ്റ എന്ന് പറയും. പൊട്ടറ്റോ ടൈപ്പ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ലോവർ സർഫസിൽ കൂടുതൽ സ്റ്റൊമാറ്റ ഉണ്ടാവും, അപ്പർ സർഫസിൽ കുറച്ച് സ്റ്റൊമാറ്റ ഉണ്ടാവുള്ളൂ. അതുപോലെ ഓട്സ് ടൈപ്പ് സ്റ്റൊമാറ്റ, അതായത് ഓട്ട് ടൈപ്പ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് സ്റ്റൊമാറ്റ 2 സർഫസിലും ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. കാരണം എന്താ? അതൊരു മോണോകോട്ടിലിഡിനസ് പ്ലാന്റ് ആണ്. അതേപോലെ തന്നെ അത് ഐസോ ബൈലാറ്ററൽ ലീവ്സ് ആണ് അതിനുള്ളത്. ഓക്കെ, അതേപോലെ ഈ ട്രാൻസ്പിരേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇലയുടെ സർഫസിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇലയുടെ സർഫസിൽ വെള്ളം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതത്ര എന്താ പറയുക, നമുക്ക് വാട്ടർ വേപ്പറായിട്ട് റിലീസായി പോകുന്നതുകൊണ്ട് നമുക്ക് നേക്കഡ് ആയിക്കൊണ്ട് നോക്കിയാൽ കാണാനൊന്നും കഴിയില്ല. നമുക്ക് കൊബാൾട്ട് ക്ലോറൈഡ് ടെസ്റ്റ് വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. കൊബാൾട്ട് ക്ലോറൈഡ് പേപ്പറിൻ്റെ കളർ ബ്ലൂ കളറാണ്. അത് വാട്ടർ വേപ്പറിൻ്റെ പ്രസൻസിൽ പിങ്ക് കളറായിട്ട് മാറും. അപ്പോൾ കൊബാൾട്ട് ക്ലോറൈഡ് പേപ്പർ if it is converting from blue to pink color, we can understand where the transpiration it occurs. Transpiration നടക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവും. അതേപോലെ ഈ ട്രാൻസ്പിരേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് പോട്ടോമീറ്റർ. പോട്ടോമീറ്റർ വെച്ച് നമുക്ക് ട്രാൻസ്പിരേഷൻ റേറ്റ് മെഷർ ചെയ്യാം. അതേപോലെ സ്റ്റൊമാറ്റയുടെ ഏരിയ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അതാണ് പോറോമീറ്റർ എന്ന് പറയുന്നത്. പോറോമീറ്റർ ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ഏരിയ ഓഫ് ദ സ്റ്റൊമാറ്റ. അതേപോലെ റൂം പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് കേട്ടോ. അതാണ് മാനോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ട്രാൻസ്പിരേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ പറഞ്ഞു സ്റ്റൊമാറ്റ വഴിയാണ് ട്രാൻസ്പിരേഷൻ നടക്കുക. സ്റ്റൊമാറ്റ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് നമ്മൾ പറഞ്ഞു.
ആണ്. അതിനകത്ത് സ്റ്റൊമേറ്റൽ അപ്പർച്ചർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഗാർഡ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് വെള്ളം അബ്സോർബ് ചെയ്തെടുക്കുന്ന, വെള്ളം വലിച്ചെടുക്കുന്ന ഒരു പ്രവണത ഉള്ളത് കൊണ്ടാണ് ഈ ട്രാൻസ്പിരേഷൻ പുൾ ഉണ്ടാകുന്നത്. അവിടെ വെള്ളം വലിച്ചെടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റൊമേറ്റ ഉള്ളത് എപ്പിഡെർമൽ ലെയറിലാണ്. എപ്പിഡെർമൽ ലെയറിൽ സ്റ്റൊമേറ്റനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഗാർഡ് ചെയ്യുന്ന ഗാർഡ് സെല്ലിൽ മാത്രമാണ് ക്ലോറോപ്ലാസ്റ്റ് ഉള്ളൂ. അവിടെ മാത്രമാണ് ഫോട്ടോസിന്തസിസ് നടക്കുള്ളൂ, എപ്പിഡെർമൽ സെല്ലിൽ കേട്ടോ. ബാക്കി ഫോട്ടോസിന്തസിസ് മുഴുവൻ നടക്കുന്ന എവിടെയാണ്? മീസോഫിൽ സെൽസിലാണ്. ഇത് മനസ്സിലുണ്ടായിക്കൊള്ളണം. ഓക്കെ, ഇനി ഈ ഗാർഡ് സെല്ലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഗാർഡ് സെല്ല് നമ്മൾ പറഞ്ഞു 2 ഷേപ്പിലുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ ഈ ഗാർഡ് സെല്ലിൻ്റെ ഉള്ളിൽ മൈക്രോ ഫൈബ്രിൽസ്, സെല്ലുലോസ് മൈക്രോ ഫൈബ്രിൽസ് ആണ് ഉള്ളത്. അത് റേഡിയലി ആണ് ഓറിയൻറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടോ ഇവിടെ മൈക്രോ ഫൈബ്രിൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് കണ്ടോ? റേഡിയലി അത് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ റേഡിയലി അറേഞ്ച് ചെയ്തേക്കുന്ന മൈക്രോ ഫൈബ്രിൽസ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബൾജ് ചെയ്യുന്നത് ഈ ഭാഗത്ത് ഇങ്ങനെ പുറത്തേക്കായിരിക്കും ബൾജ് ചെയ്യുക. അതേപോലെ ഇതിൻ്റെ ഉൾഭാഗം സെൽ വോൾ തിക്കായതുകൊണ്ട് ഈ ഭാഗം ഉള്ളിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ബൾജ് ചെയ്യില്ല. അതായത് ബലൂൺ വീർക്കണ മാതിരി വീർക്കില്ല, ഒരു സൈഡിലേക്ക് അത് വീർത്തു വരുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഉൾഭാഗം വന്നിട്ട് കുറച്ച് വൈഡായിട്ട് ഓപ്പൺ ആവും. ഇതാണ് അതിൻ്റെ ഒരു മെക്കാനിസം, സ്റ്റൊമേറ്റ ഓപ്പൺ ചെയ്യുന്ന ഒരു മെക്കാനിസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗാർഡ് സെല്ല് വെള്ളം കണ്ടിന്യൂസ് എടുത്തുകൊണ്ടിരിക്കും ഡേ ടൈമിൽ. കാരണം ഡേ ടൈമിൽ എപ്പോഴും ഈ ഫോട്ടോസിന്തസിസ് നടന്നുകൊണ്ടിരിക്കുന്ന, ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ഒക്കെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എക്സ്ചേഞ്ച് നടക്കണം, കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഈ പറയുന്ന സ്റ്റൊമേറ്റ ഓപ്പൺ ചെയ്തിരിക്കണം. എപ്പോഴും സ്റ്റൊമേറ്റ ഓപ്പൺ ചെയ്യണമെങ്കിൽ എപ്പോഴും ഗാർഡ് സെല്ല് ബൾജായിരിക്കണം. എപ്പോഴും ഗാർഡ് സെല്ല് ബൾജായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗാർഡ് സെല്ല് ഡയറക്റ്റ് അറ്റ്മോസ്ഫിയറുമായിട്ട് കോൺടാക്റ്റ് ഉള്ളതായതുകൊണ്ട് അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ ലീഫ് സർഫസിലെ ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗാർഡ് സെല്ലിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. ഓക്കെ, ഇനി സബ്സിഡിയറി സെല്ലിൻ്റെ ഉപയോഗം അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഗാർഡ് സെല്ല് ബൾജ് ചെയ്യുകയും ഷ്രിങ്ക് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു റീജിയൻ ഇലാസ്റ്റിക് അല്ലെങ്കിൽ അവർക്ക് അവിടെ ഇരിക്കാനുള്ള സ്ഥലം കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇലാസ്റ്റിസിറ്റി ഉള്ള സെൽസാണ് അല്ലെങ്കിൽ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സെൽസാണ് ഈ പറയുന്ന സബ്സിഡിയറി സെൽസ്. ഇനി എങ്ങനെയാണ് ഈ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദ സ്റ്റൊമേറ്റ എങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നത്? അത് ഒരു മെക്കാനിസം, ഈ സ്റ്റൊമേറ്റൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോഷർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു മെക്കാനിസം ഉണ്ട്. അത് മാലൈറ്റ് പൊട്ടാഷ്യം അയോൺ പമ്പ് ഹൈപ്പോത്തസിസ് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. മാലൈറ്റ് പൊട്ടാഷ്യം അയോൺ പമ്പ് ഹൈപ്പോത്തസിസ്. ഇനി അതെന്താണെന്നാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടിരുന്നോളാം കേട്ടോ. ഇത് വളരെ ഈസിയാണ്, മനസ്സിലായി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. നമുക്കറിയാം ഈ ഡേ ടൈമിൽ ഇതിനകത്ത് കണ്ടിന്യൂസ് സ്റ്റാർച്ചിൻ്റെ സിന്തസിസ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ സൂക്രോസിൻ്റെ സിന്തസിസ് നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഡേ ടൈമിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുന്ന ഒക്കെ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യും? സ്റ്റാർച്ച് സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ സ്റ്റാർച്ച് സിന്തസൈസ് ചെയ്യാൻ വേണ്ടി കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ pH കൂടുതലായിരിക്കും. pH ഇങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ ആൽക്കലൈൻ pH ആയിരിക്കും. ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഉണ്ടായ സ്റ്റാർച്ച് അല്ലെങ്കിൽ സൂക്രോസ് അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് മോളിക്യൂൾ ആയിട്ട് മാറും. ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾ ഗ്ലൂക്കോസ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറാം. ഗ്ലൂക്കോസ് ഫോസ്ഫേറ്റ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറാം. ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഫോസ്ഫോഇനോൾ പൈറുവിക് ആസിഡ് ആയിട്ട് മാറാം. അതായത് സ്റ്റാർച്ച് അല്ലെങ്കിൽ സൂക്രോസ് മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്ത് ഫോസ്ഫോഇനോൾ പൈറുവിക് ആസിഡ് ആയിട്ട് മാറാം. ഇനി ഇതിൻ്റെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ, അതായത് ഈ ഗാർഡ് സെല്ലിൻ്റെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ മാലേറ്റ് ഡീഹൈഡ്രോജിനേസും അതേപോലെ തന്നെ PEPKase എൻസൈമും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫോസ്ഫോഇനോൾ പൈറുവിക് ആസിഡ് ഉണ്ടായത് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത് മാലിക് ആസിഡ് ആയിട്ട് മാറും. ഈ മാലിക് ആസിഡ് ഇമ്മീഡിയറ്റ്ലി ഡിസോസിയേറ്റ് ആയിട്ട് H+ മാലേറ്റും ആയിട്ട് മാറും. അപ്പോൾ PEP കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത് മാലിക് ആസിഡും H+ മാലിക് ആസിഡ് ആയിട്ട് മാറും. മാലിക് ആസിഡ് H+ മാലേറ്റും ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ഈ H+ എന്ത് ചെയ്യുന്നറിയോ? ഡേ ടൈമിൽ ATP ഇഷ്ടം പോലെ ഉണ്ടാവും. കാരണം എന്താ? ലൈറ്റ് എനർജിനെ ATP എനർജി ആയിട്ട് മാറ്റുന്നുണ്ട്. ആ ATP യൂസ് ചെയ്തിട്ട് H+ പതുക്കെ ക്ലോറോപ്ലാസ്റ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും സൈറ്റോപ്ലാസത്തിലേക്ക് ബൈ ദ എക്സ്ചേഞ്ച് ഓഫ് പൊട്ടാഷ്യം അയോൺസ്. പൊട്ടാഷ്യം അയോണിൻ്റെ എക്സ്ചേഞ്ചിൽ H+ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ATP എനർജി വേണം. അതുകൊണ്ട് തന്നെ ATP എനർജി സ്പെൻഡ് ചെയ്ത് H+ പുറത്തേക്ക് ഇറങ്ങും, K+ ഉള്ളിൽ കയറും. K+ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ കയറും. K+ ഉള്ളിൽ കയറുമ്പോൾ ആ ഒപ്പം തന്നെ ക്ലോറൈഡ് അയോൺസും ഉള്ളിൽ കയറും. അത് ക്ലോറൈഡ് അയോൺസും ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ മാലേറ്റും ഉണ്ട്. മാലിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് H+ മാലേറ്റും ആയി. H+ പുറത്തു വന്നു, മാലേറ്റ് അതിൻ്റെ ഉള്ളിലുണ്ട്. മാലേറ്റും ഉണ്ട്, അതേപോലെ തന്നെ K+ ഉണ്ട്, ക്ലോറൈഡ് മൈനസും ഉണ്ട് ഉള്ളിൽ. പുറത്ത് H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ക്ലോറൈഡ് അയോൺസും അതുപോലെ മാലേറ്റും കൂടി K+ൻ്റെ ചാർജ് കോമ്പൻസേറ്റ് ചെയ്യും. K+ൻ്റെ ചാർജ് കോമ്പൻസേറ്റ് ചെയ്യും. ഇനി ഈ മാലേറ്റും പൊട്ടാഷ്യം കൂടിയിട്ട് ജോയിൻ ചെയ്യും ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ. മാലേറ്റും പൊട്ടാഷ്യം കൂടി ജോയിൻ ചെയ്ത്
ചെയ്ത മാലേറ്റ് പൊട്ടാഷ്യം കോംപ്ലക്സ് ഉണ്ടായാൽ അത് പിന്നെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലിരിക്കില്ല, അത് പതുക്കെ പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വാക്യൂളിൻ്റെ ഉള്ളിലേക്ക്, അത് ടോണോപ്ലാസ്റ്റ് വഴി വാക്യൂളിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. വാക്യൂളിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഓസ്മോട്ടിക് പ്രഷർ കൂടും, അല്ലെങ്കിൽ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ കൂടും. ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ കൂടും, അല്ലെങ്കിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടും. സൊല്യൂട്ട് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും water it will take inside the cytoplasm by endosmosis process. ഈ വാട്ടറിൻ്റെ ഇൻടേക്ക് അല്ലെങ്കിൽ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഒക്കെ കൂട്ടുന്നത് ഈ പറയുന്ന വാക്യൂളിൻ്റെ ഉള്ളിലും സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ വാക്യൂളിൻ്റെ ഉള്ളിൽ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എൻഡോസ്മോസിസ് വഴി വെള്ളം അകത്തേക്ക് എടുക്കും. ഓക്കെ, അപ്പോൾ എന്തായി, ഗാഡ് സെല്ല് ബൾജായി. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡേ ടൈമിൽ. അതുകൊണ്ട് തന്നെ ഡേ ടൈമിൽ ഈ സ്റ്റൊമേറ്റ എപ്പോഴും ഓപ്പൺ ആയിരിക്കും. ഇനി സ്റ്റൊമേറ്റ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടത്? അപ്പോൾ സ്റ്റൊമേറ്റ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ എന്തൊക്കെ വേണ്ടി വന്നു? മാലേറ്റ് വേണ്ടി വന്നു, ഹൈഡ്രജൻ അയോൺസ് വേണ്ടി വന്നു, അതുപോലെ പൊട്ടാഷ്യം അയോൺസ് വേണ്ടി വന്നു, ക്ലോറൈഡ് അയോൺസും വേണ്ടി വന്നു. ഒരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഫാക്ടർ വിൽ ഹെൽപ്പ് ഇൻ ക്ലോസിങ് ആൻഡ് ഓപ്പണിംഗ് ദ സ്റ്റൊമേറ്റ? അതിനകത്ത് കൊടുത്തിരുന്ന ആൻസർ ക്ലോറൈഡ്, പൊട്ടാഷ്യം ആൻഡ് മാലേറ്റ്, ഈ 3 ഓപ്ഷനും അതുപോലെ ഓൾ ഓഫ് ദിസും ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓൾ ഓഫ് ദിസ് ആയിരുന്നു എൻ്റെ ആൻസർ. ഇപ്പോൾ ഓൾ ഓഫ് ദിസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തു എന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല എത്രമാത്രം സത്യമാണ് അതെന്ന്. എന്തായാലും ഇത് മനസ്സിലിരുന്നോട്ടെ. ഈ 3 അയോൺസ് ആണ് അതിന്, ഈ 3 കോമ്പൗണ്ട്സ് ആണ് ഒരു ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമേറ്റയെ കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. ഇനി ക്ലോഷർ ഓഫ് സ്റ്റൊമേറ്റ എങ്ങനെയാണ് നടക്കുന്നത്? ലൈറ്റിൻ്റെ ആബ്സെൻസിൽ ATP ഉണ്ടാവില്ല. ലൈറ്റിൻ്റെ ആബ്സെൻസിൽ ATP ഉണ്ടായില്ലെങ്കിൽ എന്താണ്, ഇവിടെ ഈ പറയുന്ന ഹൈഡ്രജൻ അയോണിൻ്റെ പൊട്ടാഷ്യം അയോണിൻ്റെ എക്സ്ചേഞ്ച് നടക്കില്ല. അതിന് പകരം ജസ്റ്റ് ഹൈഡ്രജൻ അയോൺസ് എങ്ങോട്ട് വരും? പുറത്തേക്ക് കടന്നു വരും. അതായത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഹൈഡ്രജൻ അയോൺസ് പുറത്തേക്ക് വരും. ഹൈഡ്രജൻ അയോൺ പുറത്തേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ സൈറ്റോപ്ലാസത്തിൻ്റെ pH റെഡ്യൂസ് ആയി പോകും. അപ്പോൾ എന്തെങ്കിലും മാലേറ്റ് സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് H+ഉമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അത് മാലിക് ആസിഡായിട്ട് മാറും. മാലിക് ആസിഡായിട്ട് അത് മാറും. അതുകൊണ്ട് തന്നെ H+ അവിടെ ഉള്ളത് കൊണ്ടാണ് അവിടെ മാലേറ്റ് സൈറ്റോപ്ലാസത്തിലുണ്ടെങ്കിൽ അത് കമ്പൈൻ ചെയ്തിട്ട് മാലിക് ആസിഡായിട്ട് മാറുന്നത്. അതേപോലെ അൺഡിസോസിയേറ്റഡ് മാലിക് ആസിഡ് അയോൺസിൻ്റെ ലീക്കേജിനെ പ്രൊമോട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ പൊട്ടാഷ്യം അയോൺസൊക്കെ മാലേറ്റുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്നതൊക്കെ റിമൂവ് ആയി പുറത്തേക്ക് പോരും. അത് പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടാഷ്യം അയോൺസൊക്കെ പുറത്തേക്ക് പോവുക, അതുപോലെ തന്നെ മാലേറ്റ് അയോൺസൊക്കെ പുറത്തേക്ക് പോവുക. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ കുറയും. ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ വെള്ളമെല്ലാം എക്സോസ്മോസിസ് വഴി പുറത്തേക്ക് പോകും. ഓക്കെ, ഇതാണ് ട്രാൻസ്പിരേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ട്രാൻസ്പിരേഷൻ പ്രോസസ്സ് ഡ്രൈവ് ചെയ്യുന്ന കൊഹീഷൻ, അഡ്ഹീഷൻ, സർഫസ് ടെൻഷൻ, ഈ 3 ആക്ടിവിറ്റി കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ 3 പ്രോപ്പർട്ടിയും കൂടി കൂടിയിട്ട് വാട്ടറിന് ടെൻസൈൽ സ്ട്രെങ്ത് കൊടുക്കും. ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ പുള്ളിങ് ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്ത് ഹൈ കാപ്പിലാരിറ്റി ഉണ്ടാക്കാനുള്ളൊരു സ്ട്രെങ്ത്. എന്താ ഇവിടെ പുള്ളിങ് ഫോഴ്സ് എന്നറിയോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ഇവിടെ പുള്ളിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഹൈ കാപ്പിലാരിറ്റി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കാപ്പിലാരിറ്റി കൂട്ടും. കാപ്പിലാരിറ്റി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം മേലേക്ക് കയറും. അതേപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയുമ്പോൾ എന്താവും? വെള്ളം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുമ്പോൾ എന്താവും? വീണ്ടും വെള്ളം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ വേറൊരു ഫാക്ടർ ഈ ട്രാൻസ്പിരേഷൻ പുള്ളിനെ അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് ടുവേർഡ്സ് അപ്സൈഡ് ഓഫ് ദ പ്ലാന്റിനെ ഫേവർ ചെയ്യുന്ന വേറൊരു ഫാക്ടറാണ് ട്രക്കീഡ്സിൻ്റെയും വെസൽസിൻ്റെയും ഡയമീറ്റർ ചെറുതായിരിക്കും. ട്രക്കീഡ്സിൻ്റെയും വെസൽസിൻ്റെയും ഡയമീറ്റർ ചെറുതാവും തോറും ഈ പറയുന്ന വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റ് ഈസി ആയിട്ട് നടക്കും. കാരണം കാപ്പിലറി ആക്ഷൻ അത് ഫേവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ഓൾ ആക്ടിവിറ്റി ഇഫ് ഇറ്റ് ഈസ് ടുഗദർ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ട്രാൻസ്പിരേഷൻ പുൾ ഇറ്റ് വിൽ ഫേവർ ദ അപ്ടേക്ക് ഓഫ് വാട്ടർ ടിൽ ദ ടോപ്പ് ഓഫ് ദ ട്രീ വെരി ഈസിലി. ഇനി ട്രാൻസ്പിരേഷൻ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ശരിക്കും നടക്കുന്നത്? ട്രാൻസ്പിരേഷനും ഫോട്ടോസിന്തസിസ് തമ്മിലുള്ള ഒരു കോംപ്രമൈസ് എന്താണ്? ട്രാൻസ്പിരേഷൻ ഹാസ് മോർ ദാൻ വൺ പർപ്പസ്. ഓക്കെ, ട്രാൻസ്പിരേഷൻ പുൾ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് പ്ലാന്റ്സിലെ അബ്സോർപ്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് പ്ലാന്റ്സിനെ ഫേവർ ചെയ്യുന്നതാണ്. അതായത് മിനറൽസിനെയും വാട്ടറിനെയും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് ട്രാൻസ്പിരേഷൻ വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസിന് വാട്ടർ എടുക്കുന്നത് ഈ പറയുന്ന ട്രാൻസ്പിരേഷൻ വഴിയാണ്. അതുപോലെ മിനറൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ട്രാൻസ്പിരേഷൻ വേണം. അതുപോലെ ലീഫിൻ്റെ സർഫസ് കൂളാക്കാൻ 10 to 15 ഡിഗ്രി സെൽഷ്യസ് കൂളാക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്പിരേഷൻ വേണം. അതുപോലെ സെല്ലിൻ്റെ സ്ട്രക്ചറും ഷേപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്പിരേഷൻ വേണം. അതുപോലെ ട്രാൻസ്പിരേഷൻ ചില പ്ലാന്റ്സിൽ വളരെ ഹാംഫുൾ ആയിട്ട് എഫക്റ്റ് ആവാം. കാരണം ചില പ്ലാന്റ്സ് വളരെ ഡ്രൈ കണ്ടീഷനിൽ വളരുന്ന പ്ലാന്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള പ്ലാന്റ്സിൽ ട്രാൻസ്പിരേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ ലോസ് കൂടും. അവർക്ക് ഓൾറെഡി ഒരു സ്റ്റാർവിങ് കണ്ടീഷനിലാണ്. അങ്ങനെ വാട്ടർ ലോസ് കൂടുന്ന പ്ലാന്റ്സിൽ C4 ഫോട്ടോസിന്തസിസ് ആണ് നടക്കുക. അതായത് വാട്ടർ ലോസ് പരമാവധി കുറച്ച് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കുന്നൊരു മെക്കാനിസമാണ് പ്ലാന്റ്സിൽ കാണുക. ഇത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫോട്ടോസിന്തസിസ് പറയുമ്പോൾ നമുക്ക് അതൊന്നും കൂടെ
ഡിസ്ക്രൈബ് ചെയ്യാം. സോ ഹിയർ C3 പ്ലാന്റ്സിൻ്റെ കേസിൽ, അതായത് C3 സൈക്കിൾ നടക്കുന്ന പ്ലാന്റ്സിൻ്റെ കേസിൽ വാട്ടറിൻ്റെ അവൈലബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ട്രാൻസ്പിറേഷൻ റേറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി മിനറൽ ന്യൂട്രിയൻസ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. മിനറൽ ന്യൂട്രിയൻസ് എങ്ങനെയാണ് ആദ്യം എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു മിനറൽ ന്യൂട്രിയൻസ് എടുക്കുന്ന റൂട്ട് ഹെയറിൽ കാണുന്ന അയോൺ പമ്പ്സ് വഴി അയോൺസ് പമ്പ് ചെയ്യാണ് ചെയ്യുക. മിനറൽസ് സോയിലിൽ കാണുന്ന അയോൺ ഫോമിലാണ്. ഈ അയോൺസിനെ പമ്പ് ചെയ്ത് ആക്റ്റീവ് ഇൻടേക്ക് ആണ് ആദ്യം നടക്കുക. ആക്റ്റീവ് ഇൻടേക്ക് വഴി മിനറൽ അയോൺസിനെ റൂട്ട് ഹെയറിൽ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് വെള്ളത്തിൻ്റെ ഒപ്പം ഈ മിനറൽ അയോൺസ് എങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും? എപ്പോപ്ലാസ് വഴിയോ അല്ലെങ്കിൽ സിംപ്ലാസ് മൂവ്മെൻറ്റ് വഴിയോ വെള്ളത്തിൻ്റെ ഒപ്പം തന്നെ ഇത് സൈലത്തിൻ്റെ ഉള്ളിലേക്ക് എത്തും. പിന്നെ വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് വെള്ളത്തോടൊപ്പം കയറുന്ന മിനറൽ അയോൺസ് പാസീവ് ട്രാൻസ്പോർട്ട് വഴിയാണ് എൻ്റർ ചെയ്യുക. അതുകൊണ്ട് തന്നെ മിനറൽ അയോൺസ് ഇറ്റ് വിൽ ബി ടേക്കൺ ഇൻസൈഡ് ദ റൂട്ട് ബൈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആൻഡ് പാസീവ് ട്രാൻസ്പോർട്ട്. രണ്ട് തരത്തിലും മിനറൽ അയോൺസ് ഉള്ളിലേക്ക് എടുക്കും. ഇവിടെ മിനറൽ അയോൺസിനെ പമ്പ് ചെയ്യുന്ന അയോൺ പമ്പ്സ് ഈ റൂട്ട് ഹെയറിൽ കാണുന്ന സെലക്റ്റീവ് ആയിട്ടല്ല, എല്ലാ മിനറൽ അയോൺസിനെയും ഈ പറയുന്ന റൂട്ട് ഹെയറിൽ അബ്സോർബ് ചെയ്യും, അതായത് റൂട്ട് ഹെയറിൽ പമ്പ് ചെയ്യിക്കും. അപ്പോൾ ഈ മിനറൽ അയോൺസ് എല്ലാ പ്ലാന്റ്സിനും വേണ്ടതായിരിക്കില്ല, ചിലതൊക്കെ ടോക്സിക് ആയിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ എൻഡോഡെർമിസിൽ കാണുന്ന പാസേജ് സെല്ലിലുള്ള അയോൺ പമ്പ്സ് അയോൺ ട്രാൻസ്പോർട്ടേഴ്സ് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടതിനെ മാത്രം കടത്തിവിടും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആ മിനറൽ അയോൺസിൻ്റെ ഒരു ചെക്ക് പോയിന്റ് ആണ് എൻഡോഡെർമിസ് എന്ന് പറയാം. അത് കഴിഞ്ഞ് മിനറൽ അയോൺസ് സൈലത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് സൈലം വഴി തന്നെയാണ് മിനറൽ അയോൺസ് പ്ലാന്റ്സിൻ്റെ മേലെ വരെ എത്തിക്കുന്നത്. ഈ മിനറൽ അയോൺസ് വാട്ടർ വഴി മേലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനറൽ അയോൺസ് ഇറ്റ് വിൽ ബി ഡിഫ്യൂസ്ഡ് ഔട്ട് ത്രൂ ദ ഫൈൻ ടിപ്പ് ഓഫ് ദ വെയിൻസ്. ഓക്കെ, അതായത് വെയിൻ്റെ ഫൈൻ ടിപ്പ് വഴിയായിരിക്കും അത് അൺലോഡ് ആവുക. ഇത് അൺലോഡ് ആവുന്ന ഒരു പാസീവ് പ്രോസസ്സ് തന്നെയാണ്. കാരണം അതിൻ്റെ പുറത്ത് മിനറൽ അയോൺസ് കുറവായിരിക്കും, അകത്തേക്കാൾ ഒരുപാട് കുറവായിരിക്കും മിനറൽ അയോൺസ് പുറത്ത്. അതുകൊണ്ട് തന്നെ ഡിഫ്യൂഷൻ നടന്നിട്ട് അത് പുറത്തേക്ക് വന്നോളും. പക്ഷേ ഓരോ സെല്ലിനും അതിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അത് എടുക്കുന്നത് ആക്റ്റീവ് ഇൻടേക്ക് വഴിയാണ്. അപ്പോൾ ആക്റ്റീവ് അപ്ടേക്ക് ആണ് മിനറൽ അയോൺസിന് നടക്കുക. അൺലോഡിങ് നടക്കുന്ന പാസീവ് ടൈപ്പ് ഓഫ് അൺലോഡിങ് ആണ് നടക്കുക. അതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനറൽ അയോൺസ് ഏറ്റവും കൂടുതൽ വേണ്ടത് എപ്പിക്കൽ റീജിയനിലും ലാറ്ററൽ മെരിസ്റ്റത്തിലും അതുപോലെ തന്നെ ഗ്രോയിങ് റീജിയനിലൊക്കെയാണ് മിനറൽ അയോൺസ് ഏറ്റവും വേണ്ടത്. ഡെവലപ്പിംഗ് ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, സീഡ്സ്, സ്റ്റോറേജ് ഓർഗൻസ് ഇവിടെയൊക്കെയാണ് മിനറൽ അയോൺസ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു സെനിസെൻസ് ആയിട്ടുള്ള ഒരു പ്ലാൻ പാർട്ടിലൊക്കെ മിനറൽ അയോൺസ് സാധാരണ അത് കൊഴിഞ്ഞു വീഴാൻ പോകുന്ന ലീഫ് പാർട്ട് അല്ലെങ്കിൽ സ്റ്റെം പാർട്ടിലൊക്കെ മിനറൽ അയോൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗ്രോയിങ് റീജിയനിൽ അതിന് വേണ്ട റീജിയനിലേക്ക് റീമൊബിലൈസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവും. അതേപോലെ മോസ്റ്റ്ലി റീമൊബിലൈസ്ഡ് പാർട്ടിക്കൽ മിനറൽ അയോൺസ് എന്ന് പറയുന്ന ഫോസ്ഫറസ്, സൾഫർ, നൈട്രജൻ, പൊട്ടാഷ്യം ഇതൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ റീമൊബിലൈസ് ചെയ്യുന്ന മിനറൽ അയോൺസ് ആണ്. ചില മിനറൽ അയോൺസ് റീമൊബിലൈസ് ചെയ്യില്ല. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് കാൽഷ്യം. കാൽഷ്യം റീമൊബിലൈസ് ചെയ്യാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു സ്ട്രക്ചറൽ കമ്പോണൻ്റ് ആണ്. സ്ട്രക്ചറൽ കമ്പോണൻറ്റ് അത് സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തായതുകൊണ്ട് അതിനെ റീമൊബിലൈസ് ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കില്ല. ഓക്കെ, അതുപോലെ നമുക്ക് ചില കോമ്പൗണ്ട്സ് ഫോസ്ഫറസും സൾഫറും ഒക്കെ നമ്മൾ അയോൺസ് ആയിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നെങ്കിലും അത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിട്ടും ട്രാൻസ്പോർട്ട് ചെയ്യിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും സൈലം ശരിക്കും നമ്മൾ ട്രഡീഷണലി സൈലം ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ട്രാൻസ്പോർട്ടിങ് ദ വാട്ടർ ആൻഡ് മിനറൽസ് എന്ന് പറഞ്ഞാൽ പോലും സൈലത്തിനകത്ത് കൂടെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നൈട്രജനൊക്കെ അമിനോ ആസിഡ് ഫോമിലൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദ സൈലം ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ട്രാൻസ്പോർട്ടിങ് മേജർലി ദ വാട്ടർ ആൻഡ് മിനറൽസ് as well as the plant growth regulators, and it also transports certain organic compounds like nitrogen. It is transported in the form of organic compound as amino acid, and phosphorus and sulfur is also carried as organic compounds. അതേപോലെ തന്നെ transportation it occurs in the phloem, that is traditionally we are saying that is organic photosynthetic product alone it is transported through the phloem. photosynthetic product എന്ന് പറയുന്നത് സൂക്രോസ് ആണ്. ഈ സൂക്രോസ് നമ്മൾ ഫ്ലോയം വഴി ട്രാൻസ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് വെള്ളത്തിൽ ഡിസോൾവ് ആയതിനു ശേഷമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഫ്ലോയം ഇറ്റ് വിൽ ട്രാൻസ്പോർട്ട് ദ സൂക്രോസ് ബൈ ഡിസോൾവിങ് ദ സൂക്രോസ് ഇൻസൈഡ് ദ വാട്ടർ. അപ്പോൾ നമ്മൾ photosynthetic product ആണ് മേജർ ട്രാൻസ്പോർട്ടിംഗ് എലമെന്റ്, ട്രാൻസ്പോർട്ടിംഗ് പാർട്ടിക്കിൾ ഇൻ ദാറ്റ്, ബട്ട് we can see it is also transporting the water through it. Through water only it will be transported. അതുപോലെ ചില മിനറൽസും ഈ പറയുന്ന ഫ്ലോയം വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സൈലത്തിൽ യൂണി ഡയറക്ഷണൽ ട്രാൻസ്പോർട്ട് ആയിരിക്കും നടക്കുക, ഫ്ലോയത്തിൽ ബൈ ഡയറക്ഷണൽ ട്രാൻസ്പോർട്ട് ആയിരിക്കും നടക്കുക. കാരണം സൈലത്തിനകത്ത് ബൈ ഡയറക്ഷണൽ ട്രാൻസ്പോർട്ട് നടക്കേണ്ട ആവശ്യമില്ല. കാരണം സൈലം റൂട്ടിൽ നിന്ന് നേരെ മേലേക്ക് തന്നെയാണ് വെള്ളം ക്യാരി ചെയ്യുക, വാട്ടറും മിനറൽസും. കാരണം സൈലം വാട്ടറും മിനറൽസും ക്യാരി ചെയ്യാനുള്ളതാണ് മേജർലി അതിൻ്റെ ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ അത് ഒരു ഡയറക്ഷനിൽ കണ്ടക്ട് ചെയ്താൽ മതി, താഴത്തുനിന്ന് മേലേക്ക് മാത്രം. പക്ഷേ ഫ്ലോയത്തിൻ്റെ കേസിൽ ബൈ ഡയറക്ഷണൽ ട്രാൻസ്പോർട്ട് നടക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ
ഫ്ലോയത്തിൽ കൂടെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഫുഡ്, അതായത് ഫോട്ടോസിന്തറ്റിക് പ്രോഡക്റ്റ് ആയിട്ടുള്ള സൂക്രോസ് ആണ് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്നത്. ബട്ട് സൂക്രോസ് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് അത് സോഴ്സ് ടു സിങ്ക് ആണ് അത് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്നത്. സോഴ്സ് ചിലപ്പോൾ ലീഫ് ആവാം, ചിലപ്പോൾ സ്റ്റോറേജ് ഓർഗൻസ് ആവാം. അപ്പോൾ ലീഫിൽ നിന്നാണ് അത് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ ലീഫിൽ നിന്ന് അതിന് വേണ്ട ഭാഗത്തേക്ക്, ചിലപ്പോൾ അത് റൂട്ടിലേക്കൊക്കെ ആയിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുക. അപ്പം ഇനി റൂട്ടിലാണ് അത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന, റൂട്ടിൽ നിന്ന് ചെയ്ത് വെച്ചേക്കുന്നതെങ്കിൽ ഇപ്പം നമ്മൾ റൂട്ടൊക്കെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരു പുതിയ പ്ലാൻ പാർട്ട് ഉണ്ടായി വരണമെങ്കിൽ ആ പുതിയതായിട്ട് ജെർമിനേറ്റ് ചെയ്ത് വരുന്ന ഭാഗത്തേക്ക് റൂട്ടിൽ നിന്ന് അത് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിച്ചിട്ട് വേണം, അതായത് താഴേന്ന് മേലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിച്ചിട്ട് വേണം. അതുകൊണ്ടാണ് അത് ബൈ ഡയറക്ഷണൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലോയം ട്രാൻസ്പോർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫ്ലോയം ട്രാൻസ്പോർട്ടിൽ നമ്മൾ പറഞ്ഞു ഓർഗാനിക് സബ്സ്റ്റൻസ് സോഴ്സിൽ നിന്ന് സിങ്കിലേക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ബൈ ഡയറക്ഷണൽ വേയിലായിരിക്കും ഫ്ലോയം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഫ്ലോയം സോഴ്സിൽ നിന്ന് സിങ്ക് എന്ന് പറയുമ്പോൾ സോഴ്സ് ചിലപ്പോൾ ഗ്രീൻ ലീവ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ സ്റ്റോർഡ് ഓർഗൻ ആവാം. അത് ഇപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന റൂട്ടിലാണെങ്കിൽ റൂട്ടിൽ നിന്ന് അതിൻ്റെ ഡെവലപ്പിംഗ് റീജിയനിലേക്ക് ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. അതുകൊണ്ടാണ് നമ്മളത് ബൈ ഡയറക്ഷണൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. അത് ഈ ഫ്ലോയത്തിൽ കൂടെയുള്ള ട്രാൻസ്പോർട്ട് എക്സ്പ്രസ് ചെയ്തത് പ്രഷർ ഫ്ലോ ഓർ മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് വെച്ചിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അത് പ്രൊപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റ് മഞ്ച് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് കേട്ടോ. ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ മഞ്ച്. എങ്ങനെയാണ് ഗ്ലൂക്കോസ് മോളിക്യൂളിൻ്റെ അല്ലെങ്കിൽ ഷുഗർ മോളിക്യൂളിൻ്റെ ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നത്? നമ്മൾ ഫോട്ടോസിന്തസിസ് പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഗ്ലൂക്കോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടി കമ്പൈൻ ചെയ്തിട്ട് സൂക്രോസ് മോളിക്യൂളായിട്ടായിരിക്കും ക്ലോറോപ്ലാസ്റ്റിൽ അത് കാണുക. ഈ സൂക്രോസ് മോളിക്യൂൾ ഒരു ഡൈസാക്രൈഡ് ആണ്. ഈ ഡൈസാക്രൈഡ് എവിടെയാണോ ഇരിക്കുന്നത് അവിടുന്ന് ഇറ്റ് വിൽ ബി ലോഡഡ് ഇൻ ദ ഫ്ലോയം. അത് ഫ്ലോയത്തിൻ്റെ ഉള്ളിൽ ലോഡ് ചെയ്യും. ഫ്ലോയത്തിൻ്റെ സീവ് ട്യൂബ് സെൽസിലേക്കാണ് അത് ലോഡ് ചെയ്യുക. അത് ലോഡ് ചെയ്യുന്ന ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി ഈ ഫ്ലോയത്തിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ സീവ് ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ഈ പറയുന്ന സൂക്രോസ് ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഓസ്മോട്ടിക് പ്രഷർ കൂടും, അല്ലെങ്കിൽ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ കൂടും. അപ്പോൾ എന്താവും, അവിടെ വെള്ളത്തിന് വേണ്ടിയിട്ട് സ്റ്റാർവ് ചെയ്യുന്നൊരു കണ്ടീഷൻ വരും. വെള്ളത്തിന് വേണ്ടിയിട്ട് സ്റ്റാർവ് ചെയ്യുന്നൊരു കണ്ടീഷൻ വന്നു കഴിയുമ്പോൾ ഫ്ലോയത്തിൻ്റെ ഉള്ളിലേക്ക് നിയർ ബൈ സൈലത്തിൽ നിന്ന് വെള്ളം ഡിഫ്യൂസ് ചെയ്ത് ഉള്ളിൽ കയറും. അപ്പോൾ എന്തായി, അവിടെ ഒരു ഷുഗർ സൊല്യൂഷൻ ഉണ്ടായി. ഈ ഷുഗർ സൊല്യൂഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു റീജിയനിൽ നിന്ന് ഇറ്റ് വിൽ അണ്ടർഗോ എ മാസ് ഫ്ലോ ഓർ പ്രഷർ ഫ്ലോ. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് അനുസരിച്ചിട്ട് അത് ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. എവിടെയാണോ റിക്വയർമെൻ്റ് ഉള്ളത് അവിടുത്തെ ഈ സൂക്രോസിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആ സീവ് ട്യൂബിൻ്റെ ഉള്ളിലെ കണ്ടൻറ്റ് എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ എന്തായിരിക്കും, ഇവിടെ ലോഡ് ചെയ്ത റീജിയനിൽ നിന്ന് ഇല്ലാത്ത ഭാഗത്തേക്ക് ഇതിൻ്റെ ഒരു ഒഴുക്കായിരിക്കും ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ പ്രഷർ ഫ്ലോ അല്ലെങ്കിൽ മാസ് ഫ്ലോ എന്ന് പറയുന്നത്. When it reaches to this sink region, the requirement ഉള്ള സൈറ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ സൂക്രോസ് മോളിക്യൂൾ ഇറ്റ് വിൽ ബി ആക്റ്റീവ്ലി ട്രാൻസ്പോർട്ടഡ് ഔട്ട്. അത് അൺലോഡ് ചെയ്യുന്ന ആക്റ്റീവ്ലി ആയിരിക്കും അത് അൺലോഡ് ചെയ്യുക. ആക്റ്റീവ്ലി അൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we can see this phloem sieve tube. It will be containing only water മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. വാട്ടർ മാത്രം അവിടെ ഉണ്ടാവുമ്പോൾ ആ വാട്ടർ ഡിഫ്യൂസ് ചെയ്തിട്ട് വീണ്ടും സൈലത്തിൻ്റെ ഉള്ളിലേക്ക് കയറും. സോ സൈലം ഇറ്റ് വിൽ റിസീവ് ദ വാട്ടർ അഗെയിൻ ഫ്രം ദ ഫ്ലോയം. ഓക്കെ, ഇങ്ങനെയാണ് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ദ സൂക്രോസ് മോളിക്യൂൾ ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ ത്രൂ ദ ഫ്ലോയം. ഓക്കെ, ഫ്ലോയത്തിൻ്റെ സീവ് ട്യൂബ് വഴി ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നത്. ഇനി സീവ് ട്യൂബ് തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് സീവ് പ്ലേറ്റ് ആണ്. ആ സീവ് പ്ലേറ്റിൻ്റെ ഇടയിൽ കൂടെയുള്ള ഫൈബേഴ്സ് വഴിയാണ് അതിൻ്റെ ഈസി ആയിട്ടുള്ള മൂവ്മെൻറ്റ് നടക്കുന്നത്. ഓക്കെ, ഈ ഫ്ലോയത്തിൽ കൂടെയുള്ള ട്രാൻസ്പോർട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഗിർഡ്ലിംഗ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഈ ഗിർഡ്ലിംഗ് എക്സ്പെരിമെൻറ്റിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദ ബാർക്ക് റീജിയൻ ഓഫ് എ സ്റ്റെം ഇറ്റ് വിൽ ബി റിമൂവ്ഡ്. ആ ബാർക്ക് റീജിയൻ വന്നിട്ട് ഒരു റൗണ്ടിൽ അങ്ങ് റിമൂവ് ചെയ്ത് കളയും. എന്ന് പറഞ്ഞാൽ എന്താ ബാർക്ക് എന്ന് പറയുന്നത്? ബാർക്ക് എന്ന് പറയുന്ന റീജിയൻ, അതായത് ഒരു ട്രീ ട്രങ്ക് അല്ലെങ്കിൽ ഒരു ട്രീയുടെ ബാർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ എപ്പിഡെർമൽ ടിഷ്യൂ മുതൽ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം വരെയുള്ള റീജിയനാണ്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ വരും? എപ്പിഡെർമൽ ടിഷ്യൂ വരും, ജനറൽ കോർട്ടെക്സ് വരും, എൻഡോഡെർമിസ് വരും, പെരിസൈക്കിൾ വരും. അതേപോലെ തന്നെ ഫ്ലോയത്തിൻ്റെ പ്രൈമറി ഫ്ലോയും സെക്കൻഡറി ഫ്ലോയും വരും. പിന്നെ അതിൻ്റെ ഉൾഭാഗത്തേക്ക് ഇരിക്കുന്നത് ആകെ സെക്കൻഡറി സൈലും പ്രൈമറി സൈലും അതുപോലെ പിത്തും ആയിരിക്കും. അപ്പോൾ ആ സെക്കൻഡറി ഫ്ലോയം വരെ ഉള്ളത് റിമൂവ് ചെയ്ത് കളയും എന്ന് പറഞ്ഞാൽ പിന്നെ ഫ്ലോയും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഭാഗത്താണ് ഒരു ബാർക്കിൻ്റെ ഒരു റിങ് റിമൂവ് ചെയ്യുന്നത്, ആ റിമൂവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുകളിൽ ഫ്ലോയത്തിൽ കൂടെ വരുന്ന
ന്യൂട്രിയൻസ് വന്ന് അക്യുമുലേറ്റ് ചെയ്യും, അവിടെ ആ ഒരു റീജിയൻ ബൾജ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ കുറേ നാളത്തേക്ക്. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ സി ആസ് ദിസ് റൂട്ട് വിൽ ബി സ്റ്റാർവിങ് ഫോർ ദ ഫുഡ്. റൂട്ടിന് എവിടെ നിന്ന് ഫുഡ് കിട്ടേണ്ടത്? ലീഫിൽ നിന്ന് വേണം ഫുഡ് കിട്ടാനായിട്ട്. അപ്പോൾ ഫുഡ് കിട്ടാതെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താവുമെന്ന് വെച്ചാൽ ആ റൂട്ട് റീജിയൻ ഫസ്റ്റ് ഡെഡ് ആവും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ റൂട്ടിന് വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ദ ഷൂട്ട് ഓൾസോ വിൽ ബി ഡെഡ്. ഓക്കെ, ഷൂട്ടും റൂട്ടും അങ്ങനെ ഡെഡ് ആവും. അതേപോലെ തന്നെ ഈ ഗിഡ്ലിംഗ് എക്സ്പെരിമെന്റ് നമുക്ക് ഒരിക്കലും മോണോകോട്ടിലിഡിനസ് സ്റ്റെമ്മിൽ ചെയ്യാൻ കഴിയില്ല. കാരണം മോണോകോട്ട് സ്റ്റെമ്മിൽ വാസ്കുലാർ ബണ്ടിൽസ് വന്നിട്ട് സ്കാറ്റേഡ് ഫോമിലായിരിക്കും കാണുക, ഒരു എക്സാക്ട് റിംഗ് ഫോമിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ഈ ഗിഡ്ലിംഗ് എക്സ്പെരിമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സ് ഇൻ ദാറ്റ് ഗിഡ്ലിംഗ് എക്സ്പെരിമെന്റ് is not performed. Why? Because it has the vascular bundle in scattered form. It is not arranged in a ring. Okay, so this is all about this chapter. Dicotyledonous stemന്റെ കേസിൽ കൊളാറ്ററൽ ബണ്ടിൽസ് ആയിട്ടാണ് വാസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തേക്കുന്നത് കേട്ടോ. So this is all about this chapter. Now which we have to study, the next chapter which we have to study, that is mineral nutrition. Okay.